പോയി തുറന്നു നോക്കിയോ പഴയ ലോട്ടറിയുടെ ടിക്കറ്റ്. എന്ന് പറഞ്ഞാൽ റമദാനിൽ ഒരു മുസ്ലിം ആകലാണ്ട്, റമദാൻ ഒന്നിന് മുസ്ലിമാകും, പെരുന്നാളിന്റെ അന്ന് ഉച്ചയോടുകൂടി കാഫറാവും. പിന്നെ എന്നാ ഇവ മുസ്ലിം ആണെന്നറിയുമോ? പിന്നെ വലിയ പെരുന്നാളിന്, അടുത്ത വലിയ പെരുന്നാളിന് പോത്തിറച്ചി തിന്നാൻ. അത് കഴിഞ്ഞാൽ പിന്നെ റബീഉൽ അവ്വൽ 12-ന് സർവ്വ കാക്കാമാരും പള്ളിയിൽ വരും. എന്താണെന്നറിയോ? റബീഉൽ അവ്വൽ 12-ന് സർവ്വ ആളുകളും വരും. കാരണം റാലിക്ക് പോയാൽ മതി, പള്ളിക്കകത്ത് കയറണ്ട. വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും വരാത്ത ആളുകൾ പോലും എന്ത് ചെയ്യും? നബിദിനത്തിൽ വരും. കാരണം എന്താ? പള്ളിക്കകത്ത് കയറണ്ടല്ലോ. ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല, പിന്നെ ഇപ്പൊ കൊച്ചു പെരുന്നാളിന് പോകണമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ പ്രവാചക സ്നേഹം വിതൽ വിടർത്തുന്ന എപ്പോഴാണെന്നറിയോ? റബീഉൽ അവ്വൽ 12-ന് നാഷണൽ ഹൈവേ ബ്ലോക്കാക്കിയിട്ട് വിളിക്കുമ്പോ. പക്ഷെ അതാണോ യഥാർത്ഥ സ്നേഹം? അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള യഥാർത്ഥ അഭിനിവേശം അതാണോ? ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകനായി പരിചയപ്പെടുത്തപ്പെട്ട സഹാബി. എങ്ങനെ വളർത്തുമകനായി എന്നറിയുമോ? ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പകാലത്ത് മാതാപിതാക്കളുടെ കൂടെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന കൊച്ചുമകനെ കൈവിട്ടുപോയി മാതാപിതാക്കൾക്ക്. സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്ന കൊച്ചുമകനെ അന്നത്തെ അടിമത്ത വ്യവസ്ഥിതി അനുസരിച്ച് അദ്ദേഹത്തെ ആരുടെ കയ്യിലോ കിട്ടി? അവർ അടിമക്കച്ചവടത്തിൽ കൊണ്ടുപോയി മക്കയിലുള്ള ഒരു പ്രമാണി അടിമയായി വാങ്ങിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ബന്ധുവായിരുന്നു അദ്ദേഹം ആ അടിമയായ സെയ്ദ് ബിൻ ഹാരിസയെ പ്രവാചകന് കൊടുത്തു. സെയ്ദ് ബിൻ ഹാരിസ പ്രവാചകന്റെ സാമീപ്യത്തിൽ പ്രവാചകന്റെ കൂടെ വളർന്നൊരു യുവാവായി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്തത സഹചാരിയായി തായിഫിലേക്ക് യാത്ര പോകുമ്പോഴും മർദ്ദിതനായ പ്രവാചകന്റെ കണ്ണീരപ്പാൻ സെയ്ദ് ബിൻ ഹാരിസ കൂടെയുണ്ടായിരുന്നു. സെയ്ദ് ബിൻ ഹാരിസ 18 വയസ്സുള്ള പക്വതയുള്ള യുവാവായി, മാതാപിതാക്കളാണെങ്കിലോ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് കിന്നരായിരിക്കുമ്പോ ഏതോ ഒരു യാത്രാ സംഘം വന്ന് പറഞ്ഞു, നിങ്ങളുടെ മകൻ മുഹമ്മദ് എന്ന പ്രവാചകന്റെ കൂടെയുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി പേർഷ്യക്കാരായ മാതാപിതാക്കൾ അവിടെ നിന്നും ദൂരം സഞ്ചരിച്ച് വർഷങ്ങൾക്ക് ശേഷം തന്റെ മകനെ കാണാനുള്ള ആഗ്രഹത്തോടെ പ്രവാചകന്റെ സന്നിധിയിലെത്തി. തന്റെ പ്രിയപ്പെട്ട മകൻ ഒരു യുവാവായി നിൽക്കുന്നത് കാണുമ്പോ, ചെറുപ്പകാലത്തിലെ നഷ്ടപ്പെട്ടു പോയ മകൻ പലപ്പോഴും പത്രമാധ്യമങ്ങൾ നാം കാണാറുണ്ട്. കൈവിട്ടുപോയ മകനെ ഏതെങ്കിലും ചാരിറ്റബിൾ സദനങ്ങളിൽ വെച്ച് കാണുമ്പോ മാതാപിതാക്കളുടെ അപൂർവമായ ആ സംഗമത്തിന്റെ ഏറ്റവും വലിയ വർണ്ണ കാഴ്ചകളും അതിന്റെ വാർത്തകളും പത്രത്തിൽ കാണാറുണ്ട്. വർഷങ്ങളായി തന്റെ മകനെ കാണാറ് 18 വയസ്സുകാരനായ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായി തന്റെ പ്രിയപ്പെട്ട മകനെ കാണുമ്പോ മാതാപിതാക്കൾ ആഹ്ലാദത്തോടെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ പൊന്നുമോനെ എന്ന് വിളിച്ച് മാതാവ് ഓടിക്കിടന്ന് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സംഭവത്തിന് സാക്ഷിയായിട്ട് നിൽക്കുകയാ. അവസാനം മാതാപിതാക്കൾ പറയുന്നു, മോനെ സെയ്ദേ, വർഷങ്ങളായിട്ട് ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാ. ഇത്ര നാളും നിന്നെ കാണാതെ ഞങ്ങൾ വല്ലാതെ കരച്ചിലോടെ കാത്തിരിക്കുമ്പോ ദൈവമിതാ നിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ എത്തിച്ചിരിക്കുകയാ. അതുകൊണ്ട് മോനെ ഹാരിസ വരിക ഞങ്ങളുടെ കൂടെ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അനുവാദം ചോദിച്ചു. അള്ളാന്റെ റസൂലിന് വല്ലാത്ത വിഷമമാണ് സെയ്ദിനെ വിട്ടുകൊടുക്കാൻ. കാരണം ഒരു മകനെ പോലെ വളർത്തി സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ട വളർത്തു മകന് അള്ളാന്റെ റസൂൽ പറഞ്ഞു, സെയ്ദിന് ഇഷ്ടമാണെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവുക. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ മാതാപിതാക്കൾ വിളിക്കുന്നു. ഒരു വിഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നിൽക്കുന്നു. സെയ്ദ് ബിൻ ഹാരിസയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വർഷങ്ങളായി കണ്ടുമുട്ടിയ മാതാപിതാക്കളുടെ കൂടെ തിരിച്ചു പോകണമോ, അതല്ല തന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ കൂടെ നിൽക്കണമോ? ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസയുടെ മനസ്സ് വല്ലാത്ത സംഘർഷത്തിലാ. എന്ത് തീരുമാനമെടുക്കണമെന്നറിയില്ല. മാതാപിതാക്കൾ ആഗ്രഹത്തോടെ മകനെ ക്ഷണിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ശരീരത്തിലേക്ക് കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് സെയ്ദ് പറയുന്നത് എന്താ? ഇരുലോകത്തിന്റെ വെളിച്ചമായ പ്രവാചകൻ ഇവിടെ നിൽക്കുമ്പോ അള്ളാന്റെ പ്രവാചകനെ വിട്ടിട്ട് ഞാൻ ഒരിടത്തേക്കുമില്ല എന്ന് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ചിട്ട് അള്ളാന്റെ പ്രവാചകനെ കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ, കുല്ലിൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅദ്വാദുകും വഅശീറതുകും വഅംവാലുൻ ഇക്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖശൂന കസാറഹാ വമസാകിനു തർദൗനഹാ അഹബ്ബ
ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. സ്വന്തം മാതാപിതാക്കളൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിച്ച സയ്യിദ് ഇബ്നു ഹാരിസ, ആ വ്യക്തിത്വത്തെക്കാൾ വലിയൊരു വ്യക്തിത്വം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകനെ അതുകൊണ്ട് അനുയായികൾ സ്നേഹിച്ചതെന്താ? ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള രണ്ടാമത്തെ കാരണം അവന്റെ വ്യക്തിത്വമാണെങ്കിൽ അള്ളാന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ വെല്ലാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിത്വം പോലും ലോകചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയിട്ടില്ല എങ്കിൽ ഇന്നും മദീന റൗളയുടെ ഓരത്ത് വിശ്രമിക്കുന്ന പ്രവാചകന്റെ തിരുസദസ്സിലേക്ക് ആയിരക്കണക്കിന് അനുയായികൾ ഒരു തീർത്ഥാടകരെ പോലെ കടന്നു ചെല്ലുമ്പോ വർത്തമാനകാല ലോകത്തിൽ നിന്ന് കടന്നു പോയിട്ട് 14 നൂറ്റാണ്ട് തികഞ്ഞിട്ടും ഇന്നും ഈ വേളാവൂർ പള്ളിയുടെ മുന്നിലിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ കേൾക്കുമ്പോഴുണ്ടാകുന്ന വല്ലാത്തൊരു അനുഭൂതി ഉണ്ടല്ലോ, വല്ലാത്തൊരു സ്നേഹമുണ്ടല്ലോ. ആ പ്രവാചകന്റെ അടുക്കലേക്കൊന്ന് കടന്നു ചെല്ലാൻ, ആ പ്രവാചകന്റെ മുറ്റത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ, ആ റൗളാ ശരീഫിലൊന്ന് സലാം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെപ്പോലെ മലയാളത്തിന്റെ വീരപുത്രൻ വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെ മലയാളത്തിന്റെ വീരചരിത്ര നായകർ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുന്നിലെത്തിയിട്ട് യാ അക്റമൽ ഖുറമാനാഅതാബികും ഉമറുൽ ഫഖീർ മുർതദി ബിജനാബികും യർജുൽ ലിതാലൽ ബുകാഇ ബിബാബികും വദമ്മു മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തിരുസമക്ഷത്തിലെത്തിയിട്ട് പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഗേറ്റ് പൂട്ടപ്പെട്ട് കിടക്കുകയാ. അകത്തേക്ക് കിടക്കാനുള്ള അനുവാദമില്ല. പാറാവുകാര് തടഞ്ഞു കഴിയുമ്പോ അള്ളാന്റെ പ്രവാചകന്റെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ആഗ്രഹത്തോടെ ആ കവാടത്തിന്റെ മുന്നത്തിൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ ഖാദി വിളിച്ചു പറയുകയാ, കണ്ണിലൂടെ കണ്ണുനീര് തടന്തല്ലേ ആത്തൊടുകയാ. യാ അക്റമൽ ഖുറമാനാഅതാബികും ഉമറുൽ ഫഖീർ മുർതദി ബിജനാബികും യർജുൽ ലിതാലൽ ബുകാഇ ബിബാബികും വദമ്മു മിൻ ഐനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവിന്റെ നബിയെ, പാവപ്പെട്ട ഉമർ ഖാദി അങ്ങയുടെ സമക്ഷത്തിലെത്തിയിരിക്കുന്ന നബിയെ, എന്താണെന്നറിയുമോ? പാപങ്ങൾ കൊണ്ട് പങ്കിലമായ എന്റെ ശരീരവുമായി അങ്ങയുടെ മുന്നിൽ ഞാൻ എത്തിയിട്ട് അങ്ങയുടെ സിയാറത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന നബിയേ, സഹോദരങ്ങളെ, റൗളാ ശരീഫിന്റെ ഓരത്ത് ചെന്ന് കണ്ണുനീരുകൾ സാക്ഷി നിർത്തി, അശ്രുബിന്ദുക്കൾ സാക്ഷി നിർത്തി. മരണത്തിന് ശേഷം 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അനുയായികളുടെ മനസ്സിൽ ഒരു മായാത്ത വിഗ്രഹം പോലെ, ഒരു കനക വിഗ്രഹം പോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ ഉടമേ നബി മുഹമ്മദ് മുസ്തഫ വിവിധമായ മേഖലകളിൽ പാവങ്ങളുടെ പുനരുദ്ധാരകനായി, അനാഥകളുടെ സംരക്ഷകനായി, സ്ത്രീത്വത്തിന്റെ വിമോചകനായി ലോകത്ത് പ്രവാചകന്റെ വ്യക്തിത്വം പറയാൻ ഒരാൾക്കും കഴിയില്ല. ആ പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഇമാം ബൂസൂരി പറഞ്ഞത്, അള്ളാന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാ. അള്ളാന്റെ പ്രവാചകനെ കുറിച്ച് പറയാൻ ആർക്കാ കഴിയുക? ഇമാം ബൂസൂരിയുടെ വാക്കുകൾ കടമെടുക്കട്ടെ. ഇമാം ബൂസൂരി അങ്ങേക്ക് അല്ലാഹു അനുഗ്രഹം നൽകട്ടെ. കശംസി للعينين من بعدي صغيرة وتكل الطرف من نميمي. ഇമാം ബൂസൂരി അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതാ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ കശംസി, ഒരു സൂര്യനെ പോലെയാ. എന്താ സൂര്യന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? തൽഹറുലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറതൻ, താഴ്ഭാഗത്ത് നിന്നിട്ട് ഭൂമിയിൽ നിന്നിട്ട് അങ്ങ് അകലെ നിൽക്കുന്ന സൂര്യനെ നോക്കിയാൽ അത് വളരെ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുക. ഈ ഭൂമിയിൽ നിന്ന് 14,95,97,906 കിലോമീറ്റർ അകലെ നിൽക്കുന്ന സൂര്യഗോളമുണ്ടല്ലോ. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ അതിന്റെ അവസ്ഥ എന്താ? തൽഹറുലിൽ ഐനൈനി മിൻ ബുഅദിൻ സഗീറ, അങ്ങകലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പപ്പടവട്ടത്തിൽ ആ സൂര്യനെ കാണുക. അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ കഴിയില്ല. അങ്ങകലെ നിന്ന് നോക്കിയാൽ സൂര്യനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷയോ വതുകില്ലു തർഫ മിൻ നമിമി, അതിന്റെ അടുക്കലേക്ക് ചെന്നാന്ന് കറിയാ
പോയാലോ ചൂട് കാരണാൽ കത്തിക്കരിച്ച് ഈ ആമ്പാട്ടകളെ പോലെ തകർന്നു വീടും. അള്ളാന്റെ പ്രവാചകൻ ഇങ്ങനെയാ, അങ്ങ് അകലെ നിന്ന് നോക്കിയാൽ ഒന്നും അറിയില്ല, അടുത്തോട്ട് പോയാലോ ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാ. അതുകൊണ്ടല്ലേ മലയാളത്തിന്റെ സാമൂഹ്യ പരിഷ്കാരകൻ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞു പോയത്, പ്രവാചകന്റെ വ്യക്തിത്വം കണ്ടപ്പോ ശ്രീനാരായണ ഗുരു പോലും പറഞ്ഞു പോയത്രേ, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മുഹമ്മദ് ആരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? പുരുഷാകൃതി പൂണ്ട ദൈവമാണോ? ദൈവം ഒരു പുരുഷന്റെ ആകൃതി പൂണ്ട് ആകാശത്ത് നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നതാണോ? അതല്ല നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ? നരൻ ഒരു ദിവ്യത്തിന്റെ ആകൃതി പൂണ്ടിട്ട് വന്ന ധർമ്മം ഒരു നരന്റെ ആകൃതിയിൽ വന്നിറങ്ങിയതാണോ? അതല്ല പരമേശ പവിത്ര പുത്രനോ? ഇത് ഇസ്ലാമിക സങ്കല്പത്തിനെതിരാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയട്ടെ, പരമേശ പവിത്ര പുത്രനോ? ഇത് സാക്ഷാൽ പരമേശ്വരന്റെ പവിത്രനായ പുത്രനാണോ? ഇസ്ലാമിക നിയമത്തിനെതിരാണെങ്കിലും അദ്ദേഹം തന്റെ ദർശനത്തിന്റെ അടിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഇത് സാക്ഷാൽ പരമേശ്വര ഭഗവാന്റെ പുത്രനോ? അതല്ല കരുണാവാൻ നബി മുത്തുരത്നമോ? കരുണാവാൻ നബി മുത്തുരത്നമോ? ഈ നബി ഒരു മുത്തുരത്നമാണോ? ഈ നബി ഒരു വല്ലാത്ത വൈഡൂര്യമാണോ? ശബീഹുക്ക ബദറുല്ലൈലി ബല്ലന്ത അൻവറൂ വവജുഹുക മിൻ നൂറിൽ മലാഅത്തി അസ്ഹറൂ. ഒരു നർജസ് പുഷ്പത്തെ പോലെ സൗരഭ്യം വിതറുന്ന വള്ളത്തോളിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, പെരുത്ത നൂറ്റാണ്ടിനിടയ്ക്കൊരിക്കൽ ഈ മരുപ്പറമ്പാമുലകത്തിൽ ഈശ്വരൻ നടുന്ന വൃക്ഷത്തെ തനിക്ക് പാന്തരായി വരുന്നവർക്ക് വിശ്രമത്തിനായി ലോകത്തിന്റെ വലിയ വിശ്രമ സങ്കേതമായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വം, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയില്ല. ഇമാം ബൂസൂരി, അള്ളാഹു അങ്ങേക്ക് അനുഗ്രഹം ചെയ്യട്ടെ, ഇമാം ബൂസൂരി പറഞ്ഞതാണ് കറക്റ്റ്. സൂര്യനെ പോലെയാ പ്രവാചകൻ. അകലെ നിന്ന് നോക്കിയാൽ ഒന്നും അറിയില്ല, അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാലോ ചെല്ലാനും കഴിയില്ല, കത്തിക്കരിച്ച് ചാമ്പലായി പോകും. അത്രയും അനുപമമായ വ്യക്തിത്വം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശഫാഅത്തോടെ സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷയുടെ മാർഗത്തിന്റെ രണ്ടാമത്തെ നിബന്ധന വസുന്നത റസൂലിഹി, ഈ പ്രവാചകന്റെ സുന്നത്ത് ഉണ്ടാവുക. ഈ പ്രവാചകന്റെ സുന്നത്ത് കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की रिजर्वेशन. കദം കദം സുന്നത്തെ റസൂൽ पर चलो. ഓരോ കാലടിയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിലൂടെ, ഈ പ്രവാചകന്റെ ഈ വ്യക്തിത്വം അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇനി സ്നേഹിക്കാനുള്ള മറ്റൊരു മാനദണ്ഡം ഏതാ? ധീരത. അതുകൂടി പറഞ്ഞിട്ട് ബാക്കി ഭാഗം പറയാം. ധൈര്യം. അള്ളാഹുവിന്റെ പ്രവാചകനേക്കാൾ വലിയ ധൈര്യം ആർക്കാവുള്ളത്? ഒരു രാത്രിയിൽ മക്ക രാജ്യത്തിൽ ഒരു വല്ലാത്ത ദിഗന്ധം നടുക്കുന്ന ശബ്ദ കോലാഹലമുണ്ടായി. അബൂജഹലടക്കമുള്ള ആളുകൾ വീടിന്റെ ഉള്ളിൽ കഥകടച്ച് പേടിച്ചു വിറച്ചിരുന്നപ്പോ അള്ളാന്റെ റസൂല് തന്റെ പടക്കുതിരയുടെ മുകളിൽ കയറി ചുറ്റി നടന്നു നോക്കി എന്താണ് സംഭവം. ലോകത്തിലെ ഏറ്റവും ധീരനായ പ്രവാചകനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബി വല്ലാത്ത ധീരതയുടെ നല്ല അധികായനായ മനുഷ്യനാണ് മൂസാ നബി. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാ. ഫവക്കസഹു മൂസ ഫഖളാ അലൈഹി. ഫവക്കസഹു മൂസ, മൂസാ നബി ഒരാൾക്ക് ഒരൊറ്റ അടി കൊടുത്തു. ഫഖളാ അലൈഹി, അവൻ മരിച്ചുപോയി. അത്രയും വലിയ നല്ല തണ്ടും തടിയുള്ള ആളാണ് ആര്? ബഹുമാനപ്പെട്ട മൂസാ നബി. നല്ല തണ്ടും തടിയുള്ള ആൾ. മൂസാ നബി ഏറ്റവും വലിയ ധീരനായ പ്രവാചകനാണ്. ഒരൊറ്റ അടിക്ക് ഒരാളെ കൊന്ന ആളാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മൂസാ നബി പോലും അള്ളാഹുവിന്റെ പ്രകാശം കണ്ടപ്പോ ബോധരഹിതനായി താഴെ വീണുന്ന. ഞാൻ കൂടുതൽ വിശദീകരിക്കാനുള്ള സമയമില്ല. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മിഅ്റാജിന്റെ രാത്രിയിൽ പാതിരാത്രിയിൽ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടന്നുറങ്ങിയ പ്രവാചകൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അകമ്പടിയോടെ ബുറാഖ് എന്ന അതിശീഘ്ര വാഹനത്തിൽ കയറി ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്നും സപ്തവാനങ്ങളും താണ്ടിക്കടന്ന് അള്ളാഹുവിന്റെ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂമുത്തും ഒക്കെ താണ്ടിക്കടന്ന് ഒന്നാനാകാശവും രണ്ടാനാകാശവും മൂന്നാനാകാശവും നാലാനാകാശവും
5-ാം ആകാശവും 6-ാം ആകാശവും 7-ാം ആകാശവും താണ്ടിക്കടന്ന് അതീവ രഹസ്യമായ അഭൗതികമായ അനന്യ സാധാരണമായ അതീന്ദ്രിയമായ കഴിവുകൾ കൊണ്ട് മാത്രം ദർശിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ അത്യുന്നതമായ ആഖിറത്തിന്റെ അതിസീമകൾ മുഴുവനും ലംഘിച്ച് മലക്കായ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിബ്രീലിന് പോലും കടന്നെത്താൻ കഴിയാത്ത, ജിബ്രീലിന് പോലും പ്രവേശനാനുമതി നിഷേധിക്കപ്പെട്ട പ്രത്യേകമായ സാഹചര്യം കൊണ്ട് ജിബ്രീലിന് പോലും താങ്ങാൻ കഴിയാത്ത, അള്ളാഹു ശക്തമായ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്കിന് പോലും ചെന്നെത്താൻ കഴിയാത്ത രഹസ്യങ്ങളുടെ കലവറയും കടന്ന് ലോകത്തിന്റെ സർവാധിനാഥനും സർവാധിപതിയും സർവേശ്വരനും സർവസ്വവും സർവാധിനാഥനുമായ അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തി അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അള്ളാഹുവിന്റെ മുന്നിൽ തിരുമുൽ കാഴ്ചയും നടത്തി അള്ളാഹുവിനെ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സർവസ്വരൂപത്തെ തന്റെ മുന്നിൽ ചെന്ന് മുഖാമുഖം സംഭാഷണം നടത്തി തിരിച്ചു വരാൻ അള്ളാഹുവിന്റെ പ്രവാചകന് കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ വല്ലാവുന്നൊരു ധീരത ലോകത്തിനില്ല. ഈ ലോകത്തിന്റെ സർവാധിനാഥന്റെ മുന്നിൽ ഒരു ചാൺ മുന്നിൽ ചെന്നിട്ട് അഭിമുഖ സംഭാഷണം നടത്തി തിരിച്ചു വരാൻ അള്ളാന്റെ പ്രവാചകന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ധൈര്യം ലോകത്തില്ല. ഉണ്ടോ? സപ്തവാനങ്ങളെ താണ്ടിക്കടന്ന അള്ളാന്റെ മുന്നിലെത്തി 7 ആകാശവും അതുമായിട്ട് തിരിച്ചു വന്നു. 50 വക്കത്ത് നമസ്കാരമായി. മൂസാ നബി പറഞ്ഞു, അങ്ങയുടെ ആ സമൂഹക്കാരും മടിയന്മാരാണ്, അതുകൊണ്ട് പോയി നമസ്കാരം കുറച്ചു തരാൻ പറയാം. 45 പിന്നീട് 40 35 9 പ്രാവശ്യം പ്രവാചകൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ആഖിറത്തിലൂടെ. എന്തൊരു ധൈര്യമാത്! മൂസാ നബിയുടെ അടുക്കൽ നിന്ന് അള്ളാന്റെ അടുക്കലേക്ക്, അള്ളാന്റെ അടുക്കൽ നിന്ന് മൂസാ നബിയുടെ അടുക്കലേക്ക് 9 പ്രാവശ്യം പ്രവാചകൻ നടന്നു. അവസാനം 5 വക്കത്ത് നമസ്കാരമായിട്ട് തിരിച്ചു വന്നു. ആദ്യം പ്രവാചകൻ 50 വക്കത്ത് നിസ്കാരം ഓടുന്നത്, പിന്നീട് 9 പ്രാവശ്യം പോയി 5 ആക്കിയത്. അള്ളാന്റെ പ്രവാചകൻ 9 പ്രാവശ്യം പോയി 5 ആക്കി. ചേകന്നൂർ ആരോട് ചോദിക്കാതെ വീണ്ടും 3 ആക്കി. അള്ളാന്റെ പ്രവാചകൻ 5 ആക്കി കൊടുത്തു. ചേകന്നൂർ എന്ത് ചെയ്തു? അതിനെ വീണ്ടും 3 ആക്കി. അതുകൊണ്ട് എന്ത് പറ്റി? JCB മുസ്ലിയാർ അസ്ഥി പോലും കിട്ടിയില്ല. JCB മുസ്ലിയാർ അറിഞ്ഞൂടെ? ചേകന്നൂര് JCB ഇങ്ങോട്ട് തോണ്ടിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു 10-12 വർഷം മുമ്പ് വാതിന് പോകാതെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എന്തോ ഒരു വാദമായിരിക്കും അത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധൈര്യത്തിന്റെ കാര്യത്തിലും പ്രവാചകനെ വെല്ലാൻ മറ്റാരുമില്ല എങ്കിൽ ഇനി നമുക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് പോരാ. 4ാമത്തെ കാരണം, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നാനുള്ള 4ാമത്തെ കാരണം എന്താ? അയാൾക്ക് തിരിച്ചും നമ്മളോടുള്ള സ്നേഹം. ഒരാൾക്ക് നമ്മളോട് വലിയ ഇഷ്ടമാ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് അങ്ങോട്ട് നല്ല ഇഷ്ടമായിരിക്കും. ആ ഒരു ഇഷ്ടം ഇൻഷാ അല്ലാഹ് അവസാന ഭാഗം പറയാം. സഹോദരങ്ങളെ, രക്ഷയുടെ മാർഗത്തിന്റെ 2ാമത്തെ ഭാഗം 3 ദിവസം മുമ്പ് നാം ആരംഭിച്ച നമ്മുടെ വിഷയം ഇവിടെ സമാപിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകൻ വന്നു രക്ഷയുടെ കവാടമായി ജീർണതകൾക്കെതിരെ ജിഹാദ് നടത്താനും ജീർണകളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ 2ാമത്തെ മാർഗം വസുന്നത റസൂലിഹി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത ക്രമം ഏതാണോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതചര്യ ഏതാണോ, അത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. പക്ഷേ നമ്മെ സമത്തോളം പ്രവാചകനോടുള്ള സ്നേഹം നമ്മൾ പറയുമ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള പ്രേമം നമ്മൾ പറയുമ്പോഴും لو كان حبك صادقا لا تعته إن المحب لمن يحب مطيع تعصي الرسول وأنت تطلب حبه. അള്ളാന്റെ പ്രവാചകൻ എന്താണോ ചെയ്തത് അതിന്റെ നേർ വിപരീതമായിട്ടാണ് നീ ജീവിക്കുക. പക്ഷേ നീ പറയുന്നു അന്ത തത്ലുബു ഹുബ്ബഹു, അള്ളാന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് നീ പറയുകയും ചെയ്യുന്നു. പക്ഷേ നിന്റെ ജീവിതമാണെങ്കിലോ പ്രവാചക ജീവിതത്തിന് വിപരീതമായ ദിശയിലാ. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഹ്തഹു, നീ പറയുന്ന പ്രവാചകനെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മത്തിയോ, ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ പാത തന്നെ ആ സ്നേഹിക്കപ്പെടുന്നവനും പിന്തുടരുക. ആരെയാണോ നമ്മൾ റോൾ മോഡലാക്കുക അതേപോലെയാണ് നമ്മൾ അവരെയാണ് നമ്മൾ പിൻപറ്റുക. നാം ആരെ റോൾ മോഡലാക്കുന്നു അതേപോലെയാണ് നാം ജീവിക്കുക. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എങ്ങനെയാ? ബഹുമാനപ്പെട്ട അല്ലാമ നദ്വി സാഹിബ് ചോദിച്ചതുപോലെ, അയ്യുഹൽ മുസ്ലിമൂനോ മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങള്, ഓ മുസ്ലിമീങ്ങള്, നിങ്ങളുടെ ജീവിതം എന്താ? മറാക്കിബുക്കും കാറൂനിയ, നിങ്ങളുടെ വാഹനങ്ങളോ കാറൂനിന്റെ വാഹനങ്ങൾ പോലെ ആഡംബര വാഹനങ്ങളാ. ബുയൂത്തുക്കും കിസ്റവിയ, നിങ്ങളുടെ വീടുകളോ കിസ്റ രാജാവിന്റെ കൊട്ടാരങ്ങൾക്ക് സമാനമായ വീടുകളാ. മാത്രമോ ബുയൂത്തുക്കും കൈസരിയ, നിങ്ങൾ താമസിക്കുന്നത് കൈസറിന്റെ കോട്ടകൊത്തളങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന കോട്ടകളാ. മാത്രമോ മനാഹിബുക്കും ശൈത്താനിയ, നിങ്ങളുടെ ചിന്തകൾ ശൈത്താന്റെ ചിന്തകളാ. അഫ്ആലുക്കും ജാഹിലിയ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തെക്കാൾ അതപ്പതിച്ച പ്രവർത്തനങ്ങളാ. അഫ്കാറുക്കും ഫിർഔനിയ, നിങ്ങളുടെ ചിന്തകളോ ഫിർഔന്റെ ചിന്തകളാ. വലിയവനെന്ന ഭാവമാ നിങ്ങളുടെ മനസ്സിൽ. ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ, അള്ളാന്റെ പ്രവാചകന്റെ ശരീഅത്ത് എവിടെ പോയി സഹോദരങ്ങളെ? സ്വർഗത്തിലേക്ക് പച്ചപ്പരവതാനി വിരിച്ചു തന്ന പ്രവാചകന്റെ പാത എവിടെ പോയി? നമ്മുടെ വീടുകൾ എന്തോ ആഡംബരങ്ങളുടെ വീടുകളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ മസ്ജിദുൻ നബവിയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള തന്റെ വീട്ടിൽ കിടന്നിറങ്ങുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ മുന്നിൽ സലാം പറഞ്ഞു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറയുമ്പോ കിടന്നുറങ്ങിയ പ്രവാചകൻ എഴുന്നേൽക്കുന്നു. ഉമറിനെ കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ കിടന്നുറങ്ങുന്നത് വെറും ഈത്തപ്പന മരത്തിന്റെ ഒരു ഓലയിലാ കിടന്നുറങ്ങുക. ഈത്തപ്പഴത്തിന്റെ കുരു കൊണ്ട് നിറച്ചൊരു തലയിണയും അടുത്തുണ്ട്, ഒരു വെള്ളത്തിന്റെ കൂജയും അടുത്തുണ്ട്, പാത്രമുണ്ട്. അല്ലാതെ മറ്റൊന്നും പ്രവാചകന്റെ വീട്ടിലില്ല. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് നോക്കുമ്പോ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ ഭൂമിയിലതാ കിടന്നുറങ്ങിയ ഈത്തപ്പന മരത്തിന്റെ ഓലയുടെ അടയാളം കാണുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണുകൾ അറിയാതെ സജലങ്ങളായി പോയി. പ്രവാചകന്റെ റിസാലത്തിന്റെ ശരീരത്തിലൂടെ തന്റെ കരമിങ്ങനെ അടയാളങ്ങളിലൂടെ തലോടിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു വികാരാധീനനായി ചോദിച്ചു പോവുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന കിസ്റയുടെയും കൈസറിന്റെയും കൊട്ടാരത്തിന്റെ സർവാധിപതികളായ തമ്പുരാക്കന്മാര് അവര് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ കിടന്നിറങ്ങുമ്പോ, സ്വർണ്ണ ചഷകങ്ങളിൽ അവര് പാനം ചെയ്യുമ്പോ, അന്തപുരത്തിന്റെ തോടിമാർ അവർക്ക് വെഞ്ചാമരം വീശിക്കൊടുക്കുമ്പോ, അവർ ഉന്നതമായ പട്ടുമെത്തകളിൽ ശയനം നയിക്കുമ്പോ അള്ളാന്റെ പ്രിയപ്പെട്ട ഹബീബായ അങ്ങീത്തപ്പന മരത്തിന്റെ മടലിൽ കിടന്നിറങ്ങുന്ന നബിയെ, ആ ഈത്തപ്പന മരത്തിന്റെ അടയാളം അങ്ങയുടെ റിസാലത്തിന്റെ ശരീരത്ത് പതിയുന്നത് കണ്ടിട്ട് ഉമറിന് സഹിക്കാൻ കഴിയുന്നില്ല നബിയെ എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ഉമറേ, നിനക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളാണോ അതല്ല ആഖിറത്തിന്റെ സുഖമാണോ നിനക്ക് വേണ്ടത്? അള്ളാഹു ദുനിയാവിൽ എന്തൊക്കെ കൊടുത്താലും നാളെ ആഖിറത്തിന്റെ വെഞ്ചാമരം വീശുന്ന ഹൂർലിങ്ങൾ നമുക്കല്ലേ? സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട സ്വർഗത്തിലെ കട്ടില് നമുക്കല്ലേ എന്ന് ഉമറിനെ സാന്ത്വനപ്പെടുത്തുമ്പോ അള്ളാന്റെ തിരുദൂതരെ, അങ്ങ് കിടന്നുറങ്ങിയത് ഈത്തപ്പന മരത്തിന്റെ മടലിലല്ലയോ നബിയെ? അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങ് ശയിച്ച കട്ടില് ഈത്തപ്പന മരത്തിന്റെ മടലല്ലയോ നബിയെ? നഫസീല് ഹേ നമഹൽ സറാ तेरी फर्श है वही बुरिया, तेरी जिस्म पाक पीक कुबा वही तार तार है जाबदा, तेरी ज़ादगी तेरी कमाल है, सल्लू अलैहि व आलिही, सल्लू अलैहि व आलिही, नफसील है नमहल फरा, तेरी फर्श है वही बुरिया, नफसील है. ആ പ്രവാചകൻ കടന്നിറങ്ങിയത് ഒരു കുടിലിന് പോലുമല്ല. നമഹൽ ഫറാ, പ്രവാചകൻ ഒരു കോട്ടകളുമില്ല. തെരി ഫർശ് ഹേ വഹീ ബൂരിയാ, ഓ നബിയെ, അങ്ങ് കിടന്നിറങ്ങിയത് ഈ തെപ്പന മരത്തിന്റെ മടലിലല്ലയോ നബിയെ? അങ്ങയുടെ കിടപ്പറ ഈ തെപ്പന മരത്തിന്റെ മടലല്ലയോ നബിയെ? ആ പ്രവാചകന്റെ സുന്നത്ത് അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ഈ മലയാളക്കരയിലെ ഏറ്റവും ചെലവുള്ള വീടാരുടേതാ?
ഈ മലയാളക്കരയിലെ കേരള സംസ്ഥാനത്തിലെ കോടികൾ ചെലവഴിച്ച ഈ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ വീടിന്റെ ഉടമയാരാ? ഈ പ്രവാചകന്റെ അനുയായികൾപ്പെട്ടൊരു മനുഷ്യരല്ലേ? പേര് ഞാൻ പറയുന്നില്ല. ആ പ്രവാചകൻ കൊളുത്തി തന്ന ലാളിത്യത്തിന്റെ പ്രതീകം എവിടെ പോയി? പ്രവാചകൻ കൊളുത്തി തന്ന ആ എളിമയുടെ പ്രത്യാശയുടെ കിരണങ്ങൾ എവിടെ പോയി? ആ പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ പ്രകാശം എന്ത് എന്റെയും നിന്റെയും ജീവിതത്തിന്റെ വെളിച്ചമാകുന്നില്ല? रोशनी तुझको खत्म पैगंबरी तुझको पैद सिवा कोई वो यकीन किसी की मजाल है सल्लू अलैहि व आलिही सल्लू अलैहि व आलिही पर बहर में तेरी रोशनी तुझको खत्म पैगंबरी तुझको पैद सिवा कोई ആ പ്രവാചകൻ കൊളുത്തി തന്ന വെളിച്ചം അള്ളാന്റെ പ്രവാചകൻ ഈ ലാളിത്യത്തോടെ ജീവിക്കുമ്പോ കോട്ട കൊത്തളങ്ങളിൽ കിടന്നുറങ്ങുന്ന ശീതീകരിച്ച റൂമിലേക്ക് ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത രീതിയിൽ ശീതീകരിച്ച കോൺക്രീറ്റിന്റെ സൗധങ്ങളിൽ കടന്നുറങ്ങുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരകളിൽ അന്തി ഉറങ്ങാൻ കഴിയാറ് അനേകായിരങ്ങൾ വിറക് കൊള്ളികളെ പോലെ കടത്തിണ്ണകളിൽ വിറങ്ങലിച്ച് കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ കിടന്നുറങ്ങുന്നത് ഏത് വേട്ടിയ കോൺക്രീറ്റ് സൗധങ്ങളിലാ? റിക്ഷാ വണ്ടി വലിച്ച് വലിച്ച് തളർന്ന് ചുമ ബാധിച്ചിട്ട് സ്വന്തം ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ കഴിയാറ് പൊററിഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട പെമ്മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലാകളിൽ തുണി വിരിക്കുന്ന ആയിരക്കണക്കിന് പിതാക്കന്മാര് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ ആ വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന ഉത്തമ സമുദായത്തിന്റെ പ്രിയപ്പെട്ട അംഗങ്ങള് വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തെ ഫൈന ശരീഅത്ത് മുഹമ്മദിയ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ? എനിക്കും നിങ്ങൾക്കും സ്വർഗ്ഗത്തിൽ പോണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക. കദം കദം സുന്നത്തേ റസൂൽ പർ ചലോ. ഓരോ കാലടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എടുക്ക. ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഇതിലാ ദലീല അല തരീഖി ഇലല്ലാ ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ. അല്ലാഹുവിനെ അറിയാനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താനും ആ പ്രവാചകൻ അനുധാവനം ചെയ്യാതല്ലാതെ മറ്റൊന്നുമില്ല. സ്വന്തം മക്കളെ 100 പവൻ വെച്ച് കെട്ടിച്ചു വിടാനും വിവാഹ ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകിട കളിക്കാനും ഈ സമൂഹം കാണിക്കുന്ന വ്യഗ്രത. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് എവിടെ പോയി? ഫാത്തിമത്തു സഹറ എന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ കൊടുത്ത സ്ത്രീധനം എത്രയാ, മഹർ എത്രയാ, പ്രവാചകൻ കൊടുത്ത വീടിന്റെ ഏക്കർ എത്രയാ? നമ്മുടെ മുന്നിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീർണതകൾക്കെതിരെ ജിഹാദ് മുടക്കുമ്പോൾ വിവാഹത്തിന്റെ സദസ്സുകളിൽ നടത്തപ്പെടുന്ന ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും അനാവശ്യത്തിന്റെയും അതിര് കവിയുടെയും ഏറ്റവും വലിയ ജീർണതകൾ ഈ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാന്റെ പ്രവാചകൻ ഈത്തപ്പന മരത്തിന്റെ മടലിൽ കടന്നുറങ്ങുമ്പോഴും ഈ പ്രവാചകന്റെ അനുയായിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചെലവുള്ള വീടിന്റെ ഉടമ, അല്ലേ? കേരള സംസ്ഥാനത്തിലെ 40 കോടി രൂപ വെച്ച് മടക്കിയ വീടിന്റെ ഉടമയാരാ? ഉത്തമ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആള്. പേരൊന്നും ഞാൻ പറയുന്നില്ല, പത്രം വായിക്കണവർക്കറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ പ്രവാചകന്റെ ഫൈന ശരീഅത്ത് മുഹമ്മദിയ, പ്രവാചകന്റെ ശരീഅത്ത് എവിടെ പോയി? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്ത് എവിടെ പോയി? സുന്നത്ത് എവിടെ പോയി? എവിടെ പോയി? വിവാഹ ചന്തയിൽ എന്തൊക്കെ ആർഭാടങ്ങളാ വിവാഹങ്ങളിൽ. ഇവിടെ വിവാഹം നടക്കുന്ന അവിടെ വീടുകളിൽ, ആഡിറ്റോറിയത്തിൽ അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ കൂടുതലും വീടുകളിലാണ് വിവാഹം നടക്കുക. ഇവിടെ ആഡിറ്റോറിയത്തിൽ ചെന്ന് പോണം, മാണും പെണ്ണും കൂടിക്കലർന്ന്. ഇപ്പൊ നിങ്ങൾ പോയി വേളാവൂര് പള്ളിയുടെ ഇതിന്റെ മുന്നിൽ വഴുത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളെ ഒന്ന് നോക്കി കണ്ടാ റാബിയത്തിൽ അദവിയാടെ കൊച്ചാപ്പാടെ മക്കളാന്ന് തോന്നും. എല്ലാത്തിനും മക്കനയുണ്ട്, പർദ്ദയുണ്ട്, പർദ്ദേന്റെ മേൽ പർദ്ദയുണ്ട്. പക്ഷെ ഇതുങ്ങളെയൊക്കെ ആഡിറ്റോറിയത്തിൽ വെച്ച് കാണണം, ഏതോ മദാമയുടെ അനിയത്തിയാന്ന് തോന്നും. കണ്ട വഴുത് കേൾക്കാൻ വേണ്ടി വരുമ്പോ എല്ലാ പെണ്ണുങ്ങൾക്കും പർദ്ദയുണ്ട്. ഏത് പെണ്ണുങ്ങൾ ഒരു പർദ്ദ മേടിച്ചു വെച്ചിരിക്കും, കാരണം ആരെങ്കിലും മരിച്ചാൽ കാണാൻ പോകാനും വധുവിന് പോകാനും. ഇപ്പൊ എല്ലാവരും റാബിയത്തുൽ അദവിയാടെ അടുത്ത ആളുകളാ. പക്ഷേ ഇതിങ്ങളുടെ നേരെ സ്വഭാവം അറിയണമെങ്കിൽ ആഡിറ്റോറിയത്തിൽ പോകണം, ഇല്ലേ? ആഡിറ്റോറിയത്തിൽ പോയ സാനിയ മിർസ പുതിയ അവതാരം. സാനിയ മിർസ ഇട്ട അതേ മൂക്കുത്ത് വേണം. ഇനിയിപ്പോ സാനിയ മിർസ ആണേലും കൊള്ളാം, സാലിദ മിർസ ആണേലും കൊള്ളാം.
ഞാനോർത്ത് ഈ സാനിയ മിർസ എന്ന് പറഞ്ഞ പെണ്ണിന് മാത്രം പത്രത്തിൽ ഇത്രത്തോളം കവറേജ് കിട്ടുന്ന എന്താ? സാനിയ മിർസ എല്ലായിടത്തും ഒരു തരംഗവാ. ആരോ പറഞ്ഞു സാനിയ മിർസയോട് ടെന്നീസ് കളിക്കുമ്പോൾ മര്യാദയ്ക്ക് തുണി ഉടുത്തിട്ട് കളിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഇസ്ലാമിക ശരീഅത്തിനെതിരാണെന്ന് മുസ്ലിം പണ്ഡിതന്മാര് ഫത്വ ഇറക്കിയപ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ തെരുവിലിറങ്ങി. ഈ മൂല്യാക്കന്മാർക്ക് എന്തൊരു സ്വഭാവം, ഒന്നും കാണാൻ സമ്മതിക്കുന്നില്ല. സാനിയ മിർസാന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് എന്താ ഈ സാധനം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു ദിവസം ഈ വലിയ വിവാദമൊക്കെ നടത്തിയപ്പോ ഈ സാനിയ മിർസ, ഏതായാലും ഞാൻ ഒരു ദിവസം മലയാള മനോരമയുടെ ഫ്രണ്ടിൽ പേജിൽ സാനിയ മിർസാന്റെ ഫോട്ടോ ഞാൻ കണ്ടപ്പം വിചാരിച്ചു ആളുകൾ വെറുതെ അല്ല പറഞ്ഞ, കണ്ടപ്പോഴേ മനസ്സിലായി പട്ടയം കിട്ടാത്ത പ്രദേശമാണ് കൂടുതലും. ഞാൻ ഓർത്ത് ഈ പെണ്ണിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോ ആ പെണ്ണിന്റെ ഫോട്ടോയുടെ പുറകിൽ വേറൊരു സാധനം നിൽക്കുന്നു. നോക്കിയപ്പോ ഇത് ഉടുത്തതിന്റെ പകുതി തുണി പോലും അതും എടുത്തിട്ടില്ല. ആരാന്നറിയാവോ? നസീമ മിർസ, അവളുടെ ഉമ്മ യാത്ര. ഉമ്മാക്ക് ഇത്ര അല്ലെങ്കിൽ പിന്നെ മോളുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? പണ്ടത്തെ ആളുകൾ പറയും ഉമ്മ വേലിയാടിയാ മോള് മതിലിയാടുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാനിയ മിർസാനെ പോലും ലജ്ജിപ്പിക്കുന്ന വേഷവിധാനങ്ങൾ ആ മുസ്ലിം പെണ്ണിന് കല്യാണത്തിന്റെ സദസ്സിൽ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ കല്യാണത്തിന് ഈ പെണ്ണുങ്ങൾ മുഴുവൻ പോകണം എന്തിനാ? പോകേണ്ട ആവശ്യമുണ്ടോ? ക്ഷണത്തിന് ഉത്തരം കൊടുക്കണം. ഒന്നുകിൽ പ്രായപൂർത്തിയായ ആമക്കളെ ഉടനെ ഓഡിറ്റോറിയത്തില്, ഇല്ലേ ഭർത്താക്കന്മാരോട് പോയിട്ട് വരാൻ പറയണം. ഇതല്ലെങ്കിൽ ഇനിയിപ്പോ പോകേണ്ടി വന്നോ, തലേ ദിവസം എങ്ങാനും കല്യാണ വീട്ടിൽ പർദ്ദയിട്ട് നല്ല രീതിയിൽ പോയിട്ട് വരണം. കല്യാണം എന്ന് കേട്ടാ പിന്നെ ചാകര മാതിരി അങ്ങടെ ഇറങ്ങല. ആഡിറ്റോറിയം നിറച്ച് ഈ കുളത്തിൽ വാൽമാക്രി കുഞ്ഞുങ്ങൾ കിടന്നിട്ട് പൊളയണ മാതിരി നിക്കാഹ് അങ്ങോട്ട് നടക്കും. ഇവിടെ വേറൊരു സൈസ് പരിപാടി നടക്കും. എന്നിട്ടോ ജീർണതകൾക്കെതിരെ ജിഹാഡ് മുടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഇവിടെ പോയി. നിക്കാഹിന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നിക്കാഹ് എന്താ? 10,000 പേരെ വിളിച്ചുകൂട്ടി 10,000 രൂപ ആഡിറ്റോറിയത്തിന് വാടകയും കൊടുത്ത് 5,000 രൂപ ടി വിക്കാരനും വീഡിയോയും കൊടുത്ത് തൊലിവെളുത്ത പെണ്ണുങ്ങളെ മുഴുവനും മുമ്പിൽ കൊണ്ടുപോയി ആഡിറ്റോറിയത്തിന്റെ മുൻപിലിരുത്തിയിട്ട് കുറെ താലയും കെട്ടിട്ട് നടത്തലാണ് നിക്കാഹ്. നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സാക്ഷികൾ അവരുടെ സാന്നിധ്യത്തിൽ പെണ്ണിന്റെ പിതാവ് വരന്റെ കയ്യിൽ പിടിച്ചിട്ട് കൊടുക്കണം, മോനെ എന്റെ മോളെ നിന്നെ ഏൽപ്പിച്ചേക്കാ, സൗജത്തുക്ക വാങ്കഹുത്തുക്ക പറഞ്ഞേൽപ്പിക്കണം. തീർന്നു, അത്രേ ഉള്ളൂ നിക്കാഹ്. അല്ലാതെ ഈ പറഞ്ഞ കോലാഹലൊന്നും കല്യാണത്തിന് വേണ്ട. ഇത് പെണ്ണിന്റെ ചെറുക്കൻ ആങ്ങളെ ഇങ്ങനെ കാത്തിരിക്കും ആഡിറ്റോറിയത്തിന്റെ വേണ്ടി. പുതിയാപ്പിള വന്നങ്ങടെ ഇറങ്ങുമ്പോൾ ഈ ആങ്ങളയുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും. അത് ഇതിനു മുമ്പ് കണ്ടിട്ടിരിക്കുന്ന പുരാണത്തിൽ ഹനുമാന്റെ കയ്യിലാണ്. ആ സാധനം എടുത്തിട്ട് ഇറങ്ങി വന്ന പുതിയാപ്പിളയുടെ കൈ കൊടുക്കും. ഇന്നാടാ പിടിച്ചോ, ഇതിനേക്കാളും വലിയ അതാപായി നിനക്ക് ഇതിന്റെ പുറകെ വരാൻ പോണത്. എന്റെ പെങ്ങള് ഇന്നാ നീ ഇത് പിടിച്ചോ. പൂച്ചണ്ട് കൊടുക്കല് ഏതടിസ്ഥാനത്തിൽ? അത് ഇസ്ലാമിക സംസ്കാരമാ. പിന്നീട് എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ 1-2 ദിവസം കൊണ്ട് തീരുവോ ഈ സാധനം? കല്യാണത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നടക്കുന്നത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താലും ശരി. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയില്ല. നമ്മുടെ നാട്ടിലൊന്നുമില്ല. സ്ത്രീധനം ഏറ്റവും കൂടുതൽ എവിടെയാ? കൊല്ലം, തിരുവനന്തപുരം ജില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ സ്ത്രീധനം മേടിക്കുന്ന എങ്ങനെയാ? എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ നാട്ടിൽ കുറെ കൂട്ടുകാരൻ, നമ്മുടെ ഒരു ബാച്ചിലർമാര്. ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് തിരിച്ചൊരു മൗമാര് പറഞ്ഞു, ഉസ്താദിന് കൊല്ലത്തൊക്കെ അല്ലേ ജോലി, അവിടെയൊക്കെ നല്ല സ്ത്രീധനം കിട്ടണം, നമുക്ക് പറ്റിയൊരു കേസ് വല്ലതും ഉണ്ടേ പറയണം. ഞാൻ മുന്നടാ പൊള്ള, എനിക്ക് ബ്രോക്കറിന്റെ ജോലിയൊന്നുമില്ല. അല്ല ഉസ്താദിന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ പറയൂലോ. അപ്പൊ ഉസ്താദ് ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു ശരി പറയാം. അപ്പൊ നിന്റെ എന്താ ഡിമാൻഡ്? കല്യാണം കഴിക്കുമ്പോൾ ഡിമാൻഡ് ഉണ്ടല്ലോ, എന്താ ഡിമാൻഡ്? അവൻ ഉസ്താദെ വലിയ ഡിമാൻഡ് ഒന്നുമില്ല, അത്യാവശ്യം മൊഞ്ചത്തി ആയിരിക്കണം, പിന്നെ നാട്ടു നടപ്പ് പോലെ. ഞാൻ പറഞ്ഞു അതല്ല, നീ കാര്യം തെളിച്ച് പറയാം. അത് ഉസ്താദെ അത്യാവശ്യം സൗന്ദര്യം വേണം, പിന്നെ ഏറ്റവും കുറഞ്ഞത് മഗ്‌രിബ് സുബഹി എങ്കിലും കിട്ടിയിരിക്കണം. ഞാൻ വിചാരിച്ചു അൽഹംദുലില്ലാ, അതായാലും പെണ്ണ് കെട്ടാൻ നേരത്ത് സുബഹി മഗ്‌രിബ് ഒന്നും കള ആകരുതെന്നൊക്കെ നിർബന്ധമുള്ള നല്ല പയ്യന്മാരാണല്ലോ. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നി, പടച്ചോനെ ഇവൻ ചേകന്നൂരിന്റെ ആളാണോ? മഗ്‌രിബ് സുബഹി മാത്രം കള ആകരുത്, ദുഹറും അസറും ഇശായും ഇവനില്ലേ? ഞാൻ ചോടെ നീ ചേകന്നൂരിന്റെ ആളാണോ? നീ മഗ്‌രിബ് സുബഹി മാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെയോ? അതൊന്നും കഥായോ കുഴപ്പമില്ല. അപ്പം പറയാം ഉസ്താദെ ഞാൻ പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യമില്ല, പിന്നെയോ ഞാൻ പറഞ്ഞ സ്ത്രീധനത്തിന്റെ കാര്യമാണ്. മഗ്‌രിബ് സുബഹി എങ്കിലും കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞാൽ മഗ്‌രിബ് 3 റക്അത്ത്, സുബഹി 2 റക്അത്ത്, 3 2 5 ലക്ഷം രൂപ കിട്ടണമെന്ന്. ഇപ്പൊ ചോദ്യം അങ്ങനെയാ. കോഡാണ് സ്ത്രീധനത്തിന്റെ പുതിയ കോഡ്. മഗ്‌രിബ് സുബഹി, മഗ്‌രിബ് 3, സുബഹി 2, 3 2 5 ലക്ഷം രൂപ കിട്ടണം. ബ്രോക്കർ ചോദിക്കടാ നിനക്ക് എത്ര വേണം? ഞാൻ ഫാമിലി ആയിട്ട് ദുബൈയിലല്ലേ കുറെ നാളായിട്ട്, ഇരിക്കട്ടെ മഗ്‌രിബും ലൊഹറും അസറും സുബഹിയും 10 ലക്ഷം. വേറെ എത്രനോട് പോക്കോ നിനക്ക് എത്ര വേണോടാ? ഞാനോ എന്റെ വാപ്പായും ഉമ്മായും ഗവൺമെന്റ് എഞ്ചിനീയർമാരല്ലേ, ഇരിക്കട്ടെ തറാവീഹ് 20 ലക്ഷം. ഏറ്റവും കൂടുതൽ വിവാഹത്തിന്റെ പേരിൽ ജീർണതകൾ നടക്കുന്ന ഈ 2 ജില്ലയിലാണ്, കൊല്ലം തിരുവനന്തപുരം ജില്ലയിലും. അത് വിവാഹം കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് കല്യാണം തീരുവോ? പിന്നെ കല്യാണം ചെറുക്കനെ കെട്ടിക്കൊണ്ടുപോയി, പിന്നെ കുറെ കഴിയുമ്പോൾ എന്തോ അടുക്കള കാണലെന്നോ, പിന്നെ അവിടെ നിന്ന് പെണ്ണിനെ കെട്ടിക്കൊണ്ട് ചെറുക്കനങ്ങ് പോയാൽ പിന്നെ ഒരു വലിയൊരു ജീപ്പും വാടകയ്ക്ക് വിളിച്ച് അതിന്റെ മയിൽ മുകളിൽ ഒരു സന്തൂക്ക് കെട്ടിലും കെട്ടിക്കൊണ്ട് വാപ്പ പോവുക. എങ്ങോട്ട്? അടുക്കള കാണല്, ബാത്റൂം കാണല്, പിന്നെ 9 മാസത്തിൽ പള്ള കാണല്, പിന്നെ ഇവിടെ ഒക്കെ കാണുമെന്തോ. കല്യാണത്തിന്റെ പേരിൽ ആർഭാടങ്ങളായതൊക്കെ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തെന്താ വിവാഹത്തിന്റെ കാര്യത്തിൽ? ബഹുമാനപ്പെട്ട ഫാത്തിമത്തു സുഹ്റാനെ അലി റളിയല്ലാഹു തആല വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ സ്വീകരിച്ച നിലപാടെന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. ദാടി വെക്കലോ തെറ്റുവെക്കലോ അതല്ലെങ്കിൽ തസ്ബീഹ് മാലയുമായിട്ട് പള്ളിയുടെ തൂണിന്റെ കീഴിൽ പോയി ഭജനമിരിക്കലോ മാത്രമല്ല പ്രവാചക സുന്നത്ത്. എല്ലാവരും തെറ്റിദ്ധരിച്ചു പോയതെങ്ങനെയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വേണമെന്ന് പറഞ്ഞാൽ ദാടി ഇങ്ങനെ നീട്ടി വളർത്തി ഒരു തൊപ്പിയും വെച്ച് നിസ്കാരത്തറമ്പും വെച്ചിട്ട് പള്ളിയുടെ മുകളിൽ കീഴയിരുന്നാൽ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണെന്ന് തെറ്റിദ്ധരിച്ചു പോയവര്. അത് സുന്നത്താണ്, ദാടി വെക്കൽ സുന്നത്താണ്, തൊപ്പി വെക്കൽ സുന്നത്താണ്, തസ്ബീഹ് ചൊല്ലൽ സുന്നത്താണ്. പക്ഷേ അതിനേക്കാളേറെ സ്വന്തം ജീവിതം ഇസ്ലാമികമാക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങന്മാരോട് ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ പോലെ സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മക്കളെ പോലെ സ്വർഗത്തിലെത്താൻ കാത്തിരിക്കുമ്പോ പെങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് എന്തിനെ കുറിച്ചാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യമാരുടെ കൂടെ, ആയിഷ ബീവിയുടെ കൂടെ, ഖദീജ ബീവിയുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള ആഗ്രഹമല്ലേ നമുക്ക് വേണ്ടത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് പ്രത്യേകം ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമക്ഷത്തിലേക്ക് ഒരു പെൺകൊടി കടന്നു വരികയാ. ആരാ പെണ്ണെന്നറിയുമോ? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള, മദീനയിലെ ചെറുപ്പക്കാരുടെ സ്വപ്നത്തിലെ റാണിയായ, മദീനയിലെ ചെറുപ്പക്കാർ മുഴുവനും രാത്രിയിൽ സ്വപ്നം കാണുന്ന സുന്ദരമായ മുഖത്തിന്റെ ഉടമ, മദീനയിലെ ചെറുപ്പക്കാർ മുഴുവനും ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള മദീനത്തെ പെണ്ണ്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മിസ് മദീന പ്രവാചകന്റെ അടുക്കൽ വന്നു എന്ന് കരുതുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്ന ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പറയുന്നു, നബിയേ നഫ്സി ഫിദാഉൻ ലക യാ റസൂലല്ലാഹ് സവ്വിദിനി യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ നബിയേ, എന്റെ ഈ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. സവ്വിദിനി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് വിവാഹം ചെയ്യുമോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്ന് ചോദിക്കുന്നത് ആരാ? മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണാണ്. പ്രവാചകന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഇതും മനസ്സിലാക്കുക. പ്രവാചകനെ സ്ത്രീലംബരനായി ചിത്രീകരിക്കുമ്പോ യുക്തിവാദികളുടെ നേതാവായ ഇടമറകടക്കമുള്ള ആളുകൾ മുഴുവനും പ്രവാചകനെ സ്ത്രീലംബരന്മാരായി ചിത്രീകരിക്കുമ്പോ ആധുനിക രാഷ്ട്രീയ മതമേലധ്യക്ഷന്മാരുടെ വ്യക്തിത്വം അളക്കാൻ അവരുടെ അടിച്ചുതടിക്കാരിയായ പെണ്ണിന്റെ അടിവസ്ത്രം പോലും ലാഭിലയിച്ച് പ്രതിശോധിക്കേണ്ട കാലഘട്ടത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നിട്ട് മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള മിസ് മദീന പ്രവാചകനോട് പറയുന്നത് എന്താ? നബിയേ, എന്റെ ഈ സുന്ദരമായ ശരീരം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചു നബിയേ. സൗവിദിനി യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്ന് വിവാഹം ചെയ്യുമോ നബിയേ? ഒന്നാലോചിച്ചു നോക്ക്. മിസ് കാവ്യമാടവം വന്നിട്ട് നമ്മളോടൊന്ന് വിവാഹം ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്താ? ഈ 14 ലോകം കിട്ടിയ സന്തോഷമല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറയുന്നു, പെണ്ണേ, നിന്റെ ആഗ്രഹം പൂവണിയുന്നതല്ല, നടക്കുന്നതല്ല. ഇതാണ് എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ പെണ്ണിനോട് പറയുമ്പോ നിരാശയോടെ ആ പെണ്ണ് പ്രവാചകന്റെ പടിവാതിലും കടന്ന് പുറത്തു വരുമ്പോ പ്രവാചകന്റെ അനുയായികൾ ആ പെണ്ണിനെ പരിഹസിക്കുകയാ. പെണ്ണെ, നീ ആളുകൊള്ളാമല്ലോ, ഈ മദീനയിലെ ഏറ്റവും വൃത്തികെട്ട പെണ്ണാണ് നീ. അള്ളാഹുവിന്റെ പ്രവാചകനെ പോലും നീ വെറുതെ വിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകനെ അല്ലാതെ മറ്റാരെയും നിനക്ക് പ്രേമാഭ്യർത്ഥന നടത്താൻ കിട്ടിയില്ല പെണ്ണേ. പ്രവാചകന്റെ അനുയായികളുടെ അപഹാസത്തിന്റെ കൂരമ്പുകളേറ്റ ആ സഹോദരിയുടെ മനസ്സ് പിടയുമ്പോ ആ പെൺകൊടി പറയുന്നു, പ്രിയപ്പെട്ട സഹാബാ, നിങ്ങളാരും എന്നെ പരിഹസിക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത് എന്റെ വികാരത്തിന്റെ പൂർത്തീകരണത്തിനല്ല, എന്റെ വികാരത്തിന്റെ വേലിയേറ്റം എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടല്ല, എന്റെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനുമല്ല. അള്ളാഹുവിന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങാനും എന്നെ ഒന്ന് വിവാഹം ചെയ്താൽ പ്രവാചകന്റെ പത്നി എന്ന പദവിക്ക് ഞാൻ അർഹയാകുമല്ലോ. ആയിഷ ബീവി അടക്കമുള്ള, ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാരുണ്ടല്ലോ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയത്തും മൈമൂനത്തും വാ റംല ഹിന്ദും വ സൈനബുൻ ഖദാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ
ആയിഷാ ബീവി അടക്കമുള്ള ഖദീജ ബീവി അടക്കമുള്ള പ്രവാചകന്റെ പത്നിമാർക്ക് നാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. ഓ പ്രതിഫലം എനിക്കും കിട്ടാൻ വേണ്ടി മാത്രമാണ് അള്ളാന്റെ പ്രവാചകനോട് ഞാൻ എന്നെ വിവാഹം ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് മദീനയിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണ് പറഞ്ഞു പോയെങ്കിൽ മോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും താരസുന്ദരികളുടെ അതേ ഫാഷൻ ജീവിതത്തിൽ പകർത്തിയിട്ട് അതിനുവേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെച്ചെന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, അള്ളാന്റെ പ്രവാചകന്റെ പത്നിമാരുടെ കൂടെ സ്വർഗത്തിലെത്തണോ? പ്രവാചകന്റെ സുന്നത്തവേ പടി പെങ്ങളെ നിന്റെ ജീവിതത്തിലും ഉണ്ടാകണം. ആയിഷാ ബീവിയുടെ കൂടെ ആയിഷാ ബീവിന്റെ കൂടെ സ്വർഗത്തിലെത്തണമേ എന്ന് ദുആ ചെയ്യുമ്പോ ആയിഷാ ജീവിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്കറിയുമോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോടാ ഞാൻ ഇപ്പോൾ അഭിസംബോധന ചെയ്ത് പറയുക. പെട്ടോടോടെ ഉച്ചിട്ടം മുഴുവനും വീട്ടിലേക്ക് വന്ന് കുമിഞ്ഞുകൂടിയപ്പോ വീട്ടിൽ മുഴുവനും വരുന്ന ഭൗതികമായ സാഹചര്യത്തിന്റെ പേര് നമസ്കാരം പോലും ഉപേക്ഷിച്ചു പോയ മുസ്ലിം പെങ്ങള്, ബഹുമാനപ്പെട്ട ആയിഷാ ബീവിയുടെ ജീവിതം എന്താ? പ്രവാചകന്റെ പത്നിയുടെ ജീവിതം എന്താ? ഒരിക്കൽ ആയിഷാ ബീവി പ്രവാചകന്റെ വഫാത്തിന് ശേഷം തന്റെ കൂട്ടുകാരികളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലുമായിട്ടുള്ള തന്റെ ജീവിതത്തിന്റെ കഥകൾ പറയുമ്പോ ആയിഷാ ബീവി തന്റെ കൂട്ടുകാരികളോട് വർത്തമാനം പറയുകയാ. അക്കൂട്ടത്തിൽ ആയിഷാ ബീവി പറഞ്ഞു, ഒരു ദിവസം രാത്രിയിൽ ഞാൻ എന്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരുന്ന എന്റെ സൂചി താഴെ വീണുപോയി. ഇരുട്ടു കാരണത്താൽ കാണാൻ കഴിഞ്ഞില്ല. ആ താഴെ വീണ സൂചി ഞാൻ എന്റെ കൈകൾ കൊണ്ടിങ്ങനെ മെല്ലെ പരതി നോക്കുമ്പോ ഇരുട്ട് കാരണത്താൽ കാണാൻ കഴിയാതെ ആ സൂചി എന്റെ ഉള്ളം കൈയിലേക്ക് തുളച്ചു കയറി. എന്റെ കൈയിലൂടെ രക്തം ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. ഞാൻ പേടിയോടെ പ്രവാചകന്റെ അടുക്കലേക്ക് രക്തമൊലിക്കുന്ന എന്റെ കൈപ്പത്തി കാണിക്കുമ്പോ അവിടുത്തെ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ റിസാലത്തിന്റെ ഉമിനീരെടുത്ത് എന്റെ മുറിവിലേക്ക് പുരട്ടി തന്നപ്പോ എന്റെ വേദനയെല്ലാം മാറിപ്പോയി, എനിക്ക് ആശ്വാസമായി എന്ന് വെറുതെ നാട്ടുവർത്തമാനത്തിന്റെ ഇടയിൽ ആയിഷാ ബീവി കൂട്ടുകാരികളോട് പറയുമ്പോ കേട്ടുനിന്ന് കൂട്ടുകാരി ചോദിച്ചത്ര, ആയിഷ പാതിരാത്രിയിൽ താഴെ വീണുപോയ സൂചി അതിങ്ങനെ കൈകൊണ്ട് തട്ടിയെടുത്തത് കൊണ്ടല്ലേ ഉളച്ചു കയറിയത്? ആ സമയത്ത് നിനക്ക് വിളക്ക് കത്തിച്ചിട്ടങ്ങോട്ട് നോക്കിക്കൂടായിരുന്നോ? കൂട്ടുകാരി ചോദിച്ചു കഴിയുമ്പോ ആയിഷാന്റെ മറുപടി എന്താണെന്നറിയുമോ? എന്താ നീ ചോദിച്ചത്? വിളക്ക് കത്തിച്ചിട്ട് നോക്കിക്കൂടായിരുന്നോ എന്നോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വീട്ടിൽ അന്നെങ്ങാനും വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങളുടെ ദാഹം തീർക്കുമായിരുന്നു. അത്രത്തോളം പട്ടിണിയിലോ ഞങ്ങൾ ജീവിച്ചതെന്ന്. പ്രവാചകന്റെ വീട്ടിലെങ്ങാനും വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നെങ്കിൽ അത് കുടിച്ചിട്ട് ഞങ്ങൾ ദാഹം തീർക്കുമായിരുന്നെന്ന് ആയിഷാ ബീവി പോലും പറഞ്ഞു പോകുന്ന കൊടും ദാരിദ്ര്യത്തിലാ ആയിഷാ ബീവി ജീവിച്ചു പോയതെങ്കിൽ പെണ്ണെ ജീവിതത്തിൽ ദാരിദ്ര്യമായാൽ എന്താ? നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലല്ലേ കടന്നു ചെല്ലുക. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവതിയെ അറിയുമോ നിനക്ക്? ഫാത്തിമത്തു സുഹ്റാനെ ഫാത്തിമത്ത് സഹറ ബത്തൂൽ ജീവിച്ചതെങ്ങനെയാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല വീട്ടിൽ വെള്ളം കുളിക്കാൻ മോട്ടറില്ല, ആട്ടാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളുമില്ല. സ്വന്തം വീടിന്റെ പുറകുഭാഗത്തുള്ള കിണറിൽ നിന്ന് ഈത്തപ്പന മരത്തിന്റെ നാരുകൾ പിണഞ്ഞുണ്ടാക്കിയ കയറുപയോഗിച്ച് തോൽപാത്രത്തിൽ വെള്ളം കോരി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കൈയിന്റെ ഉള്ളം കൈ പൊളിയാൻ തുടങ്ങി, ഞരമ്പുകൾ പൊട്ടാൻ തുടങ്ങി, രക്തമൊലിക്കാൻ തുടങ്ങി. ആട്ടുകല്ലിൽ പിടിച്ചിങ്ങനെ ആട്ടി കൈയിന്റെ തൊലി മുഴുവനും മടരാൻ തുടങ്ങി. ആയി ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ കൈകളിൽ വല്ലാത്ത രക്തം തളം കെട്ടി നിൽക്കുമ്പോ ആരോ പറഞ്ഞു, ഫാത്തിമ നീ എന്തിനാ ഇങ്ങനെ കെട്ടപ്പെടുന്നത്? നിന്റെ പിതാവിന്റെ അടുക്കൽ കുറെ അടിമകളെ യുദ്ധത്തടവുകാരായി കിട്ടിയിട്ടുണ്ട്. അവിടെ പോയൊരു അടിമയെ നിന്റെ സേവനത്തിന് വേണ്ടി വിട്ടുതരാൻ ഒരു വേലക്കാരനായിട്ട് ചോദിച്ചാൽ ഈ ദുരിതത്തിന് അറുതി വരില്ലേ ഫാത്തിമ എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ബീവി ഒരു അടിമയെ കിട്ടാൻ വേണ്ടി തന്റെ പിതാവിന്റെ സമക്ഷത്തിലെത്തി. അവിടെ എത്തിയിട്ട് പോകുമ്പോൾ അള്ളാന്റെ പ്രവാചകൻ സദസ്സിലില്ല, എവിടെയോ പോയിരിക്കുകയാ. സഹാബാക്കളോട് വിവരവും വന്ന് ഫാത്തിമ ബീവി വീട്ടിലേക്ക് മടങ്ങി. അള്ളാന്റെ റസൂല് വന്നപ്പോ ആരോ പറഞ്ഞു, അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, പുന്നാരമോട് വന്ന് തിരക്കിയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന്റെ കൽബിന്റെ കസനമല്ലേ, കരളിന്റെ കസനമല്ലേ ഫാത്തിമ ഫാത്തിമ എന്റെ കരളിന്റെ കസനമാണെന്ന് പ്രവാചകൻ പലപ്പോഴും പറയാറുണ്ട്. അള്ളാന്റെ റസൂല് ഫാത്തിമാന്റെ വീട്ടിലെത്തുമ്പോ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവി ഇരിക്കുന്നതിന്റെ നടുക്ക് പ്രവാചകൻ ഇരുന്നു. ചോദിച്ചു, മോളെ ഫാത്തിമ എന്തിനാ നീ എന്നെ കാണാൻ വന്നത്? അള്ളാന്റെ റസൂലിന്റെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ മുന്നിലേക്ക് ഫാത്തിമ ബീവി ചോദിക്കുന്നു, പിതാവേ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് തന്റെ കയ്യങ്ങ് നിവർത്തി കാണിക്കുമ്പോ
കയ്യിലൂടെ രക്തം ധാരധാരയായി ഒഴുകുന്നത് കാണുമ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയുമോ? പുന്നാര മോളായ ഫാത്തിമ തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കസനത്തിന്റെ കൈ കാണുമ്പോ അള്ളാന്റെ റസൂൽ ആ കയ്യിലോട്ട് സൂക്ഷിച്ചു നോക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. ഏത് പൊന്നു കയ്യായത്, ഏത് പൊന്നുമ്മന ചെയ്ത കയ്യായത്. കഅബാലയത്തിന്റെ മുന്നിൽ എട്ടാംഗ പ്രണാമം ചെയ്ത് താൻ കിടക്കുമ്പോ മക്കാ ഖുറൈശികൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലിടുമ്പോ എഴുന്നേക്കാൻ പോലും കഴിയാതെ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാല ഈ ശിരസിലേന്തി കഅബാലയത്തിന്റെ മുറ്റത്ത് കുനിഞ്ഞു കിടക്കുമ്പോ എല്ലാവരും അടുക്കാൻ പോലും എല്ലാവരും പേടിച്ചരണ്ടി നിൽക്കുമ്പോ ഓടി വന്നുകൊണ്ട് തന്റെ തരിവളയിട്ട കൈകൾ കൊണ്ട് ഫാത്തിമയാണ് പ്രവാചകന്റെ കുടൽമാലകൾ മാറ്റിയിട്ട് എഴുന്നേൽപ്പിക്കുക. ആളുകൾ മുഴുവനും അഴുക്കുകൾ വലിച്ചെറിയുമ്പോ ഏത് കൈകളാണോ തനിക്കത് കഴുകി വൃത്തിയാക്കി തന്നത്, വള്ളത്തോള് പറഞ്ഞതുപോലെ അയ്യയ്യോ മൺകൊണ്ട് അഭിഷിക്തനായി കഴിഞ്ഞുവല്ലോ മതസാർവഭൗമൻ. മണ്ണിൽ കുളിച്ചൊരു ഗജം കണക്കെ മന്ദം നടന്ന ഗൃഹത്തിലെത്തി. ആ അഴുക്കുകൾ മുഴുവനും കഴുകിക്കളഞ്ഞ തന്റെ ശിരസിലൂടെ തലോടിയ പൊന്ന് തരിവളയിട്ട കൈകളിലൂടെ രക്തമൊഴുകുന്നത് കാണുമ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്റെ കണ്ണുകളിലൂടെ കണ്ണുനീരിട്ടിട്ട് താടോട്ട് വീഴുമ്പോ ഫാത്തിമ നോക്കുമ്പോ പൊന്നുപ്പാ കരയുകയാണ്. എന്താണുപ്പാ കരയുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, മോളെ ഫാത്തിമ, ഭൗതികമായ ജീവിതത്തിന്റെ കട്ടപ്പാട് തീരാ നീ എന്നോട് വേലക്കാൻ ആവശ്യപ്പെടാൻ വന്നതാണെങ്കിൽ മോളെ ഫാത്തിമ, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. വേലക്കാരെക്കാളേറെ ദുനിയാവിലും ആഖിറത്തിലും നിനക്കത് ഖൈറാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ സാക്ഷിയാ. അലി റളിയല്ലാഹു തആല അൻഹു സാക്ഷി നിർത്തിയിട്ട് പ്രവാചകൻ പറയുന്നു, മോളെ ഫാത്തിമ, നിനക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ദുനിയാവിലും ആഖിറത്തിലും നിനക്കത് ഖൈറാണ് മോളെ എന്ന് പറഞ്ഞിട്ട് പറയുന്നു, കിടക്കാൻ വേണ്ടി നീ വിരിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ആയത്തുൽ കുർസിയും ഫാത്തിഹയും ഓതിയതിനു ശേഷം നീ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറഞ്ഞു, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിക്കോ. ദുനിയാവിലും ആഖിറത്തിലും ഇതിനേക്കാൾ നിനക്ക് ഖൈറാണ് മോളെ എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി റളിയല്ലാഹു തആല അൻഹു ഇതിന് സാക്ഷിയാണ്. പിൽക്കാലത്ത് അലി റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ടായിരുന്നു, അത്രേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ദിക്ർ പഠിപ്പിച്ചു തന്നതിനു ശേഷം മരിക്കുന്നത് വരെ ഈ ദിക്ർ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഏതൊക്കെ വിഷമങ്ങൾ ഉണ്ടായാലും ഞാൻ ഈ ദിക്ർ പതിവായിട്ട് ചൊല്ലും. എന്റെ ജീവിതത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ ദിവസമാണ് സിഫീൻ യുദ്ധം നടക്കുന്ന ദിവസം. എന്റെ ജീവിതത്തിന്റെ താളക്രമം തന്നെ മാറിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയ ദിവസമാ. ആ സമയത്ത് പോലും ഞാൻ ഈ ദിക്ർ ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയുൽ മുർത്തള ജീവിതത്തിന്റെ കട്ടപ്പാടുകളിൽ നട്ടം തിരിയുമ്പോഴും മോളെ സുബ്ഹാനല്ലാഹ് പറഞ്ഞോ എന്ന് പറഞ്ഞു കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം ഏത് വീട്ടിലായെന്നുള്ളത് ഭൗതികമായ ജീവിതത്തിന്റെ താളത്തിൽ പെട്ടുപോയിട്ട് കടൽ കടന്നെത്തിയ വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കാനും വാരിപ്പുണരാനും ഈ സമുദായം വരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, സിനിമാ താരങ്ങളെയും ക്രിക്കറ്റ് താരങ്ങളെയും കടന്നുറക്കുന്ന ബെഡ്റൂമിന്റെ ചുമരുകളിൽ അവരെ ഫോട്ടോയും പതിച്ചിട്ട് അതും നോക്കിക്കൊണ്ട് കിടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും സിനിമാ താരങ്ങളെ ജീവിതത്തിന്റെ മനസ്സുകളിലേക്ക് ചിരപ്പതിട്ട് നേടിയ മുസ്ലിം ചെറുപ്പക്കാരാ, അതിൽ നിന്നെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിക്കാൻ, പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ, ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകൾ ചിന്താശേഷി പണയപ്പെടുത്തി പോയ മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാവ്. ആരെ പോലെ? ബഹുമാനപ്പെട്ട അബൂ ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ. ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ആരാ അബൂ ഹുദാഫ എന്നറിയുമോ? ലോകത്തിന്റെ റോമാ ചക്രവർത്തിയുടെ തീന്മേശയുടെ മുന്നിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സർവാഡംബര വിഭൂഷിതരായി റോമാ ചക്രവർത്തി സർവപ്രതാപത്തോടെ എഴുന്നള്ളുമ്പോ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ഒരു പിടി ഭക്ഷണം താഴേക്ക് വീടുമ്പോ താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈ കൊണ്ട് കഴിക്കുന്നത് പ്രവാചകന്റെ സുന്നത്താ. താഴെ വീണ ഭക്ഷണം ഇടത് കൈ
കൈകൾ കൊണ്ടെടുത്ത് ശുദ്ധിയാക്കിയിട്ട് വലത് കൈ കൊണ്ട് കടിക്കുമ്പോ റോമാ ചക്രവർത്തി ചാടി എഴുന്നേറ്റിട്ട് ദാരിദ്ര്യം കാണിക്കുന്നുവോ, റോമാ സാമ്രാജ്യത്തിന്റെ ഏകാധിപതിയുടെ മുന്നിൽ വന്നിട്ട് ചിത്രം കാണിക്കുന്നു. ഇത് മുഴുവനും നിനക്കുള്ളതാ, തറയിൽ കിടക്കുന്നത് പോലും പെറുക്കുന്നത് എന്തിനാന്ന് ആക്രോശിക്കുമ്പോ റോമാ സാമ്രാജ്യത്തിന്റെ രാജാവിന്റെ നെറുകയുടെ നേരെ ചൂണ്ടുവിരൽ ചൂടിയിട്ട് നീ എന്താ പറഞ്ഞത് എന്നെ ആക്രോശിക്കുന്നുവോ, നീ എന്റെ നേരെ അനതുറുക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഉലായിൽ ഹുംഖാ, അനതുറുക്കു സുന്നത്ത നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാഉലായിൽ ഹുംഖാ. ഈ പമ്പര വിഡ്ഢികൾക്ക് വേണ്ടി ഞാൻ എന്റെ പ്രവാചകന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കില്ലെന്ന് ആക്രോശിച്ച അബൂഹുദാഫയെ പോലെ ചെറുപ്പക്കാരാ ചരിത്രത്തിന്റെ അബൂഹുദാഫയായി മാറ്. ശപിക്കപ്പെട്ട നിഷ്ക്രിയത്വത്തിന്റെ ഇരുണ്ട തുരുത്തുകൾ ചിന്താശേഷി പണയപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെയും വിരാരാധനയുടെയും പള്ളിമേടകളിൽ ഉറക്കം നടിച്ചു പോയ മുസ്ലിം ചെറുപ്പക്കാരാ, ഉണരുക. പ്രവാചകന്റെ സുന്നത്തുമായി സർവ്വതും നാഥനിൽ സമർപ്പിച്ച് സർവമാന ബാത്തിലിനോടും സംവദിച്ച് സർവ്വതും മുഹമ്മദി സുന്നത്തിനെ മുറുകെ പിടിച്ച് ഇബ്രാഹിമി മില്ലത്തിനെ നെഞ്ചോട് ചേർത്ത് കർമ്മവീതിയിൽ ഇതിഹാസം രചിച്ച് അല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ മാർഗത്തിലൂടെ മുന്നേറിയ തകർന്നടിയുന്ന ഇസങ്ങളുടെയും പിടിതെറിയപ്പെടുന്ന പ്രതിമകളുടെയും മൂകമായ ദീനവിലാപത്തിന്റെ നടുവ് ഇസ്ലാമിക പ്രവാചക സുന്നത്തിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിന്റെ കാവലാളായി മുന്നോട്ട് നടക്ക്. കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की रिजर्वेशन, ഓരോ കാലടിയും കദം കദം സുന്നത്തെ റസൂൽ पर चलो, ഓരോ കാലടിയും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ചാകെ മിലേങ്കി ജന്നത്ത് കീ റിസർവേഷൻ, സ്വർഗ്ഗത്തിൽ നിനക്കൊരു സീറ്റ് ഉറപ്പാണെന്ന് ആപ്തവാക്യത്തിലൂടെ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യ സമ്പത്തായി മുറുകെ പിടിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ അറിയുക. ബഹുമാനപ്പെട്ട കുത്തുബുൽ അഖ്താബ് അഹമ്മദ് അൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആരാ ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹമ്മദുൽ കബീർ റിഫാഇ? ആരാ സയ്യിദുനാ അഹമ്മദുൽ കബീർ റിഫാഇ? നാം എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, നാം പ്രവാചകനെ കുറിച്ച് ധാരാളം കേൾക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ ഉണ്ടാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ദാടി വെക്കൽ അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്നത്താ, തൊപ്പി വെക്കൽ അള്ളാഹിന്റെ സുന്നത്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്താ. പക്ഷെ നമ്മൾ തൊപ്പി വെക്കുവോ? തൊപ്പി വെച്ചാലും വെളിയിലോട്ട് ഇറങ്ങിയാൽ ആരും കാണാതെ നമ്മൾ തൊപ്പി അടക്കി പോക്കറ്റിൽ വെക്കും. കാരണം നമുക്ക് പേടിയാ തൊപ്പി വെച്ചിട്ട് വെളിയിൽ ഇറങ്ങാൻ. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാനെ കണ്ടാലും നമ്മുടെ മുട്ടു പറക്കും. അതാ നമ്മുടെ അവസ്ഥ. കാക്കിയിട്ട വേഷത്തിൽ പോസ്റ്റ്മാൻ എന്നാലും നമ്മുടെ മുട്ടു പറക്കും. ട്രാൻസ്പോർട്ട് ബസ്സിന്റെ കണ്ടക്ടറെ കണ്ടാലും മുട്ടുപറക്കുന്ന സമുദായമാണ് നമ്മൾ. തൊപ്പിയെടുത്തിട്ട് ആരും കാണാതെ ഊരി പോക്കറ്റിൽ വെക്കൂ, എങ്ങാനും തല പോയാലും. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിന്റെ തയ്യാറാകിൻ. മെഡിക്കൽ കോളേജുകളിൽ പോലും ദാടിയും തലപ്പാവും വെച്ച് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ കാലമാണിത്. പക്ഷേ നമുക്കോ? പക്ഷേ നമ്മുടെ അവസ്ഥയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹിന്റെ പ്രവാചകന്റെ ഭാര്യമാരെ പോലെ നടക്കിൻ, തലമറച്ച് നടക്കിൻ. കൂടുതൽ അതൊക്കെ പറയാനുള്ള സമയം നമുക്കില്ല. ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണ്, ഒടുക്കത്തെ ദിവസമാണ്. തലമറക്കിൻ. നിങ്ങൾക്കറിയോ, ഈ പരിഷ്കാരമൊക്കെ വന്നത് പാരീസിൽ നിന്നാണ്. ആ പാരീസിലെ യൂണിവേഴ്സിറ്റികളിൽ LLBക്കും MBBSനും പഠിക്കുന്ന പെൺകുട്ടികൾ മുഴുവനും തലമറച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ, ക്യാമ്പസുകളിൽ പോകാൻ ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LLBക്ക് പഠിക്കുന്ന പാരീസിലെ തൊലിവെളുത്ത മദാമ പിള്ളേർ സത്യാഗ്രഹം നടത്തുന്നു. എന്തിനാണെന്നറിയോ? തലമറച്ച് കോളേജിൽ പോകാൻ. ഇവിടെയോ? പാരീസിലെ LLBക്ക് പഠിക്കുന്ന കുട്ടികൾ പോലും സമരം തലമറച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ, കോളേജിൽ പോകാൻ അനുവാദം വേണം. ഇവിടെയോ? 21 പ്രാവശ്യം SSLC എഴുതിയിട്ട് 210 മാർക്ക് തികച്ചു കിട്ടാത്ത മുസ്ലിം പെണ്ണിന് പർദ്ദ വേണ്ട. എന്നാലോചിച്ച് നോക്കി. ലോകത്തിന്റെ വിരോധാഭാസം. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തുണ്ടാവീൻ. പൂർണ്ണമായി പറയാനുള്ള സമയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാനും അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനും നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് ആ പ്രവാചകനെ കാണാൻ നമ്മൾ ആരും പ്രവാചകനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമുക്കാർക്കും കാണാൻ കഴിയാത്ത
അള്ളാഹുവിന്റെ പ്രവാചകനെ ഇതേവരെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഹൗദുൽ കൗസറിന്റെ ഓരത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് ഹൗദുൽ കൗസർ കോരിത്തരാൻ ആ പ്രവാചകൻ ഉണ്ടാവും. അള്ളാഹു നമുക്ക് ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ആ പ്രവാചകനെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അബൂജഹലും ഭാഗ്യവാനാ അല്ലേ? കാരണം ആ ലോകത്തിന്റെ വസന്തത്തിന്റെ സൗന്ദര്യം കാണാൻ അബൂജഹലിന് കഴിഞ്ഞു. പക്ഷെ അത് പ്രയോജനപ്പെടുത്താൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഈ നശിപ്പിക്കപ്പെട്ട 21-ാം നൂറ്റാണ്ടിൽ ജനിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആ ലോകത്തിന്റെ അഭൗമിക സൗന്ദര്യത്തെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. 6-ാം നൂറ്റാണ്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് നമുക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പുഷ്പോദ്യാനം കാണാൻ കൊതിച്ചവന് മരുഭൂമി കണ്ടിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? അവൻ കാണാൻ ഉദ്ദേശിച്ചത് പുഷ്പത്തിന്റെ സൗന്ദര്യം, പക്ഷേ അവൻ കണ്ടത് മരുഭൂമിയുടെ ഊഷരത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ പ്രവാചക മുഖത്തിന്റെ സൗന്ദര്യം കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. സുറുമ ഇട്ടതുപോലെ പോലും ഇട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ആ കണ്ണുകൾ കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം, സ്വപ്നത്തിൽ നിങ്ങൾക്ക് കാണാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ തന്നെ ജീവിതകാലത്ത് എങ്ങനെ സഹാബാക്കൾ എന്നെ കണ്ടോ അതേപോലെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് സഫീഉനാ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രവാചകനെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ, മരിക്കുന്നതിനും പ്രവാചകനെ സ്വപ്നത്തിൽ കാണാൻ, ആ പ്രവാചകന്റെ കൈകളിലൊന്ന് പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. ആ പ്രവാചകന്റെ കയ്യിലൊന്ന് പിടിച്ചു പോകാൻ നമുക്ക് ആഗ്രഹമല്ലേ? അതുപോലെ ബഹുമാനപ്പെട്ട കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സദഹുൽ അസീസിനെ പോലെ ആരാ കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സദഹുൽ അസീസ് മഹാനവറുകളാരാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി കുത്തുബുൽ കിതാബ്. രക്ഷയുടെ മാർഗത്തിന്റെ അവസാന ഭാഗം ഞാൻ ഈ കുത്തുബുൽ കിതാബിന്റെ വിഷയം പറഞ്ഞ് അവസാനിക്കുകയാ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ കാണുമ്പോൾ നമുക്ക് പറയാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫ് കാണണമെന്ന ആഗ്രഹത്തോടെ ഏറ്റവും വലിയ ആഗ്രഹമതാ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഓരത്തൊത്ത് എന്ന് കാണാം. പ്രവാചകൻ പറയുന്നു, മൻ സാറനി ബഅദ മൗതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി. ഞാൻ മരണപ്പെട്ടതിന് ശേഷം ആരെങ്കിലും എന്റെ റൗളാ ശരീഫ് സന്ദർശിച്ചാൽ ജീവിതകാലത്ത് അവൻ എന്നെ കണ്ടവനെ പോലെയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആഗ്രഹം വെക്ക് സഹോദരങ്ങളെ, ഹജ്ജിന് പോകാനുള്ള നിയ്യത്ത് വെക്ക്, റൗളാ ശരീഫിലെത്താനുള്ള നിയ്യത്ത് വെക്ക്. അല്ലാഹുവേ ദിൽ തടപ്താ മജൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മഹീനാ. അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞതുപോലെ ആഗ്രഹിക്കും മനസ്സുകൊണ്ട്. ദിൽ തടപ്താ മജൽതാ ഹെ മേരാ ജബ് ഭി ആതാ ഹെ ഹജ്ജ് കാ മഹീനാ. കലണ്ടറിൽ ദുൽഹജ്ജ് എന്ന മാസം വരുമ്പോ, ദുൽഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാ. കാരണം എന്താ? ഹജ്ജിന് പോകാമല്ലോ. ഹിബ്ബത്തുൽ ഹളറ, ചരിത്ര പ്രസിദ്ധമായ പച്ചക്കുപ്പയൊന്ന് കാണാമല്ലോ. ദുൽഹജ്ജ് എന്ന് കേൾക്കുമ്പോഴേ എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമാ. പക്ഷെ എനിക്കെന്ത് ചെയ്യാനാ? മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. മേരി ആഖാ ഗരീബോങ്കി വാലി ക്യാ കരൂ മേരെ ജോലി ഹെ ഖാലി. പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ക്യാ കരൂ, ഞാൻ എന്ത് ചെയ്യും? മേരി ജോലി ഹെ ഖാലി, എന്റെ പോക്കറ്റ് കാലിയാണ്, പോകാൻ കഴിയുന്നില്ല. പോക്കറ്റ് കാലിയായാലും പ്രശ്നമില്ല, ആഗ്രഹം വെക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൗളാ ശരീഫിൽ ചെന്ന് സലാം പറയാൻ കുത്തുബുൽ കിതാബ് അഹ്മദ് അൽ കബീർ റിഫാഇ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഓരത്തെത്തി, റൗളാ ശരീഫിന്റെ അടുക്കലെത്തി. പ്രവാചകന്റെ സമക്ഷത്തിൽ സലാം പറയുകയാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പ്രവാചകന്റെ റൗളാ ശരീഫിൽ സലാം പറഞ്ഞർപ്പിച്ചു കഴിയുമ്പോ ബഹുമാനപ്പെട്ട അഹ്മദ് അൽ കബീർ റിഫാഇ പറയുക, നബിയേ
അങ്ങയുടെ മുന്നിൽ സലാമും പറഞ്ഞിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാ. എന്തിനാ ഞാൻ കടന്നു വന്നിരിക്കുന്നതെന്നറിയുമോ? മിൻ ഹലറത്തിൽ ബുഅദിറൂഹി കുന്ദുറുസിലുഹാ തുഖബ്ബിലുൽ അർളാൻ നിവഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹലറത് ഫംദുദു യദൈക ലികൈ നബിയേ മിൻ ഹളറത്തിൽ ബുദുറൂഹി കുന്ദുറുസിലുഹാ അങ്ങകലെ നിന്ന് ബഗ്ദാദിൽ നിന്ന് ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാ. പലപ്പോഴും ഞാൻ അങ്ങനെ ബഗ്ദാദിൽ വെച്ച് എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ അങ്ങയുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്ത് തിരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴിതാ എന്റെ ആത്മാവ് ശരീരവുമായി എന്റെ ദേഹവും ദേഹിയുമായിട്ട് ഞാൻ അങ്ങയുടെ സമക്ഷത്തിൽ വന്നിരിക്കുകയാ. നബിയെ എന്തിനാ ഞാൻ വന്നതെന്നറിയുമോ? എല്ലാവരെയും പോലെ കേവലം ഒരു സലാം പറഞ്ഞിട്ട് ദുഃഖനായി പോകാനല്ല നബിയേ. പിന്നെ ഞാൻ വന്നത് എന്തിനാന്നറിയുമോ? എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിനാ. അങ്ങയുടെ മുന്നിൽ ഞാൻ ഹാജരായത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട് നബിയേ. അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാ. എന്താ എന്റെ ആഗ്രഹം എന്നറിയുമോ നബിയേ? അഹമ്മദ് കബീർ റിഫാറി പറയുകയായി, പാവപ്പെട്ട അഹമ്മദ് കബീർ വന്നത് എന്തിനാന്നറിയുമോ നബിയേ? അങ്ങയുടെ ആ കയ്യൊന്ന് ഉയർത്തി നബിയേ. അങ്ങയുടെ ആ റിസാലത്തിന്റെ കരങ്ങളൊന്ന് ഉയർത്തി നബിയേ. എന്റെ ചുണ്ടുകൾ കൊണ്ട് ഞാൻ ആ കയ്യിലൊരു മുത്തം തരട്ടെ നബിയേ. ആ കയ്യിലൊരു മുത്തം തരട്ടെ നബിയേ. ആ കയ്യൊന്ന് ഉയർത്തി നബിയേ. അല്ലെങ്കിൽ മുർത്തല ചുംബനം ചെയ്ത അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഉമർ ഫാറൂഖ് ചുംബനം ചെയ്ത അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് ചുംബനം കൽപ്പിച്ച അങ്ങയുടെ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഫാത്തിമത്തു സഹ്റാനെ അങ്ങ് ചുംബനം ചെയ്ത ആ കരങ്ങളുണ്ടല്ലോ യാ റസൂലല്ലാഹ്. ഫംദുദു യദൈക ആ കയ്യൊന്നുയർത്തി നബിയേ. കയ്യൊന്നുയർത്തി നബിയേ. ലകൈ തുഹ്ലാ ബിഹാ സഫതി ഞാൻ എന്റെ ചുണ്ടുകൾ കൊണ്ടൊന്ന് ഞാൻ സിയാറത്ത് ചെയ്തെന്ന് പുത്തട്ട നബിയെ. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അഹമ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് ഇത് പറയുമ്പോ പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ ഉള്ളിൽ നിന്ന് ആ കരങ്ങൾ പൊന്തി വന്നിട്ട് അതിൽ കൊച്ചുകുട്ടികളെ പോലെ അഹമ്മദ് കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് ചുടുചുംബനം കൊടുത്തു തിരിച്ചു പോയെങ്കിൽ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികള് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊരു ചുംബനം കൊടുക്കാൻ ആ പ്രവാചകനെ മരണത്തിന് മുമ്പ് സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും അങ്ങനെ ഒരു നിയ്യത്ത് മനസ്സിൽ വെക്ക്. ഇത് അവസാന ദിവസത്തെ സലാത്തിന്റെ മജ്ലിസാ. പോരിശയുള്ള അനേകം അനുഗ്രഹമുള്ള കറാമത്തുകളുള്ള സലാത്തിന്റെ മജ്ലിസാ. എല്ലാവരും മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്ത് വെക്ക്. അല്ലാഹുവിന്റെ നബിയെ മരിക്കുന്നതിന് മുമ്പ് സലാം പറഞ്ഞിട്ട് അങ്ങേ സ്വപ്നത്തിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഓരോ ആണും പെണ്ണും അങ്ങനെ ഒരു നിയ്യത്ത് വെക്ക്. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സലാത്തുകൾ അർപ്പിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വേളാവൂർ പള്ളിയുടെ പരിസ്ഥിതിയിലല്ല. നമ്മൾ നിൽക്കുന്നത് വേളാവൂരുമല്ല. നമ്മുടെ മനസ്സ് പ്രവാചകന്റെ റൗളാ ശരീഫിന്റെ മുന്നിലെത്തട്ടെ. മനസ്സിൽ കണ്ണിന്റെ മുന്നിൽ നാം റൗളാ ശരീഫ് കാണട്ടെ. അതിലടക്കം ചെയ്യപ്പെട്ട നമ്മുടെ പ്രവാചകനെയും നാം കാണട്ടെ. റൗളാ ശരീഫിന്റെ മനസ്സുകൊണ്ട് കാതങ്ങളകലെ, ആയിരക്കണക്കിന് കാതങ്ങളകലെ മുത്തു മുസ്തഫാന്റെ കബറിടത്തിന്റെ മുന്നിലാ ഞാനെന്ന് മനസ്സുകൊണ്ട് നെയ്യത്ത് ചെയ്യ്. മറ്റെല്ലാ ചിന്തകളും വെടിയ്, മറ്റെല്ലാ ചിന്തകളും കളയ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നീ റൗളാ ശരീഫിന്റെ മുന്നിലാന്ന് കരുത്. എന്നിട്ട് ആ പ്രവാചകനോട് പറയുക, സയ്യിദ് സാദാതി ജിതു ഖാസിദാ അർജൂ ഹിമക ഫലാ തുഖൈബു മഖ്സദി യാ സയ്യിദ് സാദാതി ജിതു ഖാസിദാ അർജൂ ഹിമക ഫലാ തുഖൈബു മഖ്സദി യാ സയ്യിദ് സാദാതി നേതാക്കന്മാരുടെ നേതാവായ നബിയേ ജയ്തുക ഖാസിദാ അങ്ങേ മാത്രം ആഗ്രഹിച്ച് ഞാനിതാ എന്റെ മനസ്സ് സമർപ്പിക്കുന്ന നബിയേ. എന്താന്നറിയുമോ? അർജൂ ഹിമക അങ്ങയുടെ തൃപ്തിക്ക് വേണ്ടി പൊരുത്തം മാത്രം ആഗ്രഹിച്ച് എന്റെ മനസ്സുമായി ഞാൻ അങ്ങയുടെ മുന്നിൽ വന്ന നബിയേ. ഫലാ
തുഖയ്യിബു മഖ്സദി, നബിയേ എന്റെ ആഗ്രഹം അങ്ങ് മടക്കി നിരാശനാക്കല്ല നബിയേ. മനസ്സുകൊണ്ട് ഏറ്റു പറയേ, ഫലാ തുഖയ്യിബു മഖ്സദി, എന്റെ ആഗ്രഹം അങ്ങ് നിരാകരിക്കല്ല നബിയേ, തള്ളിക്കളയല്ല നബിയേ. എന്നിട്ട് ആഗ്രഹത്തോടെ സഹോദരങ്ങള്, അള്ളാന്റെ പ്രവാചകനെ, എന്റെ മുത്തായ ഹബീബിനെ, നായകനെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണണമെന്ന നിയ്യത്തോടെ അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ലുഖദ വതൻഫരിദു ബിഹിൽ ഖുറബ വതുഖദാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്കൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക. നാരിയത്തു സ്വലാത്താണിത്. അല്ലാഹുവിന്റെ പ്രവാചകനെ പതിവായി ചെയ്താൽ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന, ഏതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതിന്റെ എല്ലാം കെട്ടുകൾ പൊട്ടിക്കപ്പെടുന്ന, ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതെല്ലാം ശിഫയാക്കപ്പെടുന്ന ഏറ്റവും പോരിശേറിയ നാരിയത്തു സ്വലാത്താണ് ഇത്. പ്രവാചകന്റെ പേരിലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാന്മാര് പറയുന്നു, ആരെങ്കിലും 4444 നാരിയത്തു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ ഏതാഗ്രഹമാണോ അത് പൂവണിയും, ഏത് പ്രശ്നമാണോ അത് ദൂരീകരിക്കപ്പെടും. അവൻ അല്ലാഹുവിന്റെ റസൂലിനെ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നത്തിൽ കാണാമെന്ന് മഹാന്മാര് പറയുമ്പോ, ഈ മുബാറക്കായ സദസ്സില്, ഈ പാതിരാത്രിയില് വാനലോകത്ത് നിന്ന് അനേകായിരം മാലാകമാരി വിണ്ണിലേക്ക് ഇറങ്ങുന്ന ഈ വിണ്യമായ, ഈ പുണ്യമായ സദസ്സില് നാരിയത്തു സ്വലാത്തിന്റെ എണ്ണത്തിന് തുല്യമായി ഒരു 4444 സ്വലാത്ത് ചൊല്ലണം. ഈ സ്വലാത്ത് കൊണ്ട് മുഖരിതമാകുന്ന ഈ സദസ്സിൽ ഞാൻ പ്രത്യേകമായി ദുആ ചെയ്യാം. ഈ സദസ്സിൽ വെച്ച് നാരിയത്തു സ്വലാത്തിന്റെ എണ്ണത്തിന് തുല്യമായി ഒരു 4444 രൂപ അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി അവസാന സദസ്സാണ്, ദുആന്റെ സദസ്സാണ്. വേളാവൂർ പള്ളിക്ക് വേണ്ടി പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് സ്വപ്നത്തിൽ കാണണമെന്ന ആഗ്രഹത്തോടെ, ഇതിനു മുമ്പ് പറഞ്ഞവരാണെങ്കിലും കുഴപ്പമില്ല, ഇതിനു മുമ്പ് 1 ലക്ഷം കൊടുത്തവരാണെങ്കിലും പ്രശ്നമില്ല, എന്റെ ഹബീബിനെ കാണാൻ, എന്റെ മുത്തായ നായകനെ ഒന്ന് കാണാനുള്ള ആഗ്രഹത്തോടെ ഒരു 4444 രൂപ അള്ളാന്റെ പള്ളിക്ക് വേണ്ടി സ്വതക്ക ചെയ്യ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ആളുകൾക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രവാചകനെ ഒന്ന് കാണാൻ, ആ കയ്യിൽ പിടിച്ച് ഹൗദുൽ കൗസർ കോരി കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുദ്ഹുദെന്ന രാവിലെ ഈ പക്ഷി പറന്നു പോകും, വൈകുന്നേരമാകുമ്പോൾ ന്യൂസുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം സുലൈമാൻ നബി സന്ധ്യയായിട്ടും ഹുദ്ഹുദ് പോയ പക്ഷി തിരിച്ചു വന്നിട്ടില്ല. സുലൈമാൻ നബിക്ക് ദേഷ്യം വന്നു. ഹുദ്ഹുദ് എവിടെ പോയി? ഖുർആൻ പറയുന്ന കഥയായത്. എവിടെ പോയി ഹുദ്ഹുദ്? ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ, സമയമായിട്ടും അതെന്തോ തിരിച്ചു വരാത്തത്? സുലൈമാൻ നബി ലോകം കൊണ്ട് വിറച്ചു. സുലൈമാൻ നബി പറയുന്നു, ഹുദ്ഹുദ് വരട്ടെ, അതിന് ഞാൻ നല്ല അടി കൊടുക്കുന്നുണ്ട്. ഔല അദ്ബഹന്നഹു ഔല യഅതിയന്നി ബിസുൽത്താനിൻ മുബീൻ. ഔല അദ്ബഹന്നഹു, ആ പക്ഷിയെ ഞാൻ അറുക്കാൻ പോവുകയാ, അനുസരണയില്ല, സമയത്ത് അത് തിരിച്ചു വരില്ല. സുലൈമാൻ നബി കോപം കൊണ്ട് ഇങ്ങനെ വിറക്കുമ്പോ ഹുദ്ഹുദിനെ കാണുന്നില്ല. ഇങ്ങ് വരട്ടെ, 2 അടി കൊടുക്കണം, ഇല്ലെങ്കിൽ പണ്ടാരത്തിൽ നിന്ന് അറുത്തിട്ടേ ഉള്ളൂ. ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഖുർആൻ വീണ്ടും പറയുന്നു, ഒരൽപ്പം കഴിഞ്ഞപ്പോൾ ആകാശത്ത് ചിറകടി കേൾക്കുന്നു. ഹുദ്ഹുദ് എന്ന് പറയുന്ന സുലൈമാൻ നബിയുടെ മരം കൊത്തിയതാ ചിറകടിച്ച് പറന്നു വരുന്നു. വന്ന് ഹുദ്ഹുദ് പറയുന്നു, സുലൈമാൻ നബിയെ, എന്നെ അടിക്കരുതേ, എന്നെ കൊല്ലരുതേ. സുലൈമാൻ നബി എന്നെ അടിക്കാതിരുന്നാൽ അങ്ങകലെ നിന്ന് നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ വാർത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. എന്നെ അടിക്കരുതേ, എന്നെ ശിക്ഷിക്കരുതേ. ഹുദ്ഹുദ് പറഞ്ഞു, സുലൈമാൻ നബി എന്നെ അടിക്കരുത്, നല്ലൊരു ചൂട് വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എന്നെ അടിക്കാതിരുന്നാ പറയാം. സുലൈമാൻ നബിയുടെ ദേഷ്യം തണുത്തു. സുലൈമാൻ നബി പറഞ്ഞു, ശരി, നീ പറയ, ഞാൻ കേക്കട്ടെ. ഹുദ്ഹുദ് പറഞ്ഞു, സുലൈമാൻ നബിയെ, ചൂടുള്ള വാർത്ത എന്താണെന്നറിയോ? വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ. സുലൈമാൻ നബി ഒരു ചൂടുള്ള വാർത്ത. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാത് ചേർത്തു. എന്താണ്? പെണ്ണുങ്ങളെ പോലെ വൈകുന്നേരം ഒരു ഫിത്ന കോർണർ ഉണ്ടാവുമല്ലോ, അവിടെ ഫിത്ന പറയും. ഇല്ലെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ, എല്ലാ പള്ളിയുടെ ഫ്രണ്ടിലും ഉണ്ടാവും ഒരു ചെറിയ തിണ്ണ, MFBകൾ ഇരിക്കുന്ന സ്ഥലം. എല്ലാ പള്ളിയിലും കുറെ MFBകൾ ഉണ്ടാവും. MFB എന്ന് പറഞ്ഞാൽ മൗലവി ഫാദിൽ ബാക്കവി. ഇത് മസ്ജിദ് ഫിത്ന ബോർഡ്.
ഈ MFB എന്ന് പറഞ്ഞാൽ മസ്ജിദ് ഫിത്ന ബോർഡ്. പള്ളിയുടെ സിറ്റ് ഔട്ട് ഇരിക്കും. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ഷെയ്ഖ് അടുത്ത ഷെയ്ഖിനോട് പറയും, കണ്ട അങ്ങേരുടെ തുണി കണ്ട നിര്യാണിയുടെ താഴെ കിടക്കണം. മസ്ജിദ് ഫിത്ന ബോർഡ്, പരദൂഷണ കമ്മിറ്റി, പച്ചിറച്ചി തിന്നൽ ജോലി. സുബൈ നിസ്കാരത്തിന് ഇറങ്ങും, ഇശാ നിസ്കാരം വരെ പച്ചിറച്ചി നിന്നിട്ട് കയറി പോകും. നിസ്കരിക്കണ പ്രതിഫലം മുഴുവൻ. ഞങ്ങളുടെ ഉസ്താദ് കോയ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ഉസ്താദ് പറയാറുണ്ട്, ചില ആളുകൾ സുബൈക്ക് നിസ്കരിക്കാൻ വരും, നല്ല വെളുപ്പാൻ കാലത്ത് നിസ്കരിക്കാൻ വന്നിട്ട് ആ പ്രതിഫലം നിസ്കരിക്കാൻ വന്ന ആളുകൾക്ക് മുഴുവൻ കൊടുത്തിട്ട് അവരൊന്നുമില്ലാതെ കയറി പോകും. പരദൂഷണം പറഞ്ഞു. സഹോദരങ്ങളെ, സുലൈമാൻ നബി പറഞ്ഞു, നീ ആ കാര്യം അങ്ങ് പറയേ. ഹുദുഹുദ് പറയാൻ തുടങ്ങിയ രഹസ്യം എന്താണെന്നറിയോ? സുലൈമാൻ നബിയെ, ഞാൻ ഇന്ന് രാവിലെ പറന്നങ്ങ് അകലെ ചെല്ലുമ്പോ സബ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്തിൽ ഞാൻ എത്തി. ഇതേവരെ അങ്ങനെ ഒരു രാജ്യം കണ്ടിട്ടില്ല. സമ്പൽ സമൃദ്ധമായ, ഫലഭൂയിഷ്ടമായ, നല്ല ജലസേചനം നടക്കുന്ന സുന്ദരമായ പച്ചപ്പ് വിരിച്ച നെൽപ്പാടങ്ങൾ, കതിർപ്പാടങ്ങൾ, മന്ദമാരുതനിൽ നെൽക്കതിർ ഇളകിയാടുന്ന പുണ്യമായ ഹരിതാപ വിരിച്ച ഗ്രാമത്തിന്റെ നെൽപ്പാടങ്ങളുള്ള സുന്ദരമായ ഒരു ഗ്രാമം. ഇതേവരെ അങ്ങനെ ഒരു ഗ്രാമം നാം കണ്ടിട്ടില്ല. സുലൈമാൻ നബി ചിന്തിച്ചു പോയി, എന്റെ അധികാരത്തിന്റെ കീഴിൽ ഇങ്ങനെയും ഒരു ഗ്രാമമോ, ഫലഭൂയിഷ്ടമായ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ഗ്രാമമോ? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചിന്തിക്കുമ്പോ ഹുദുഹുദ് തുടരുകയാ. സുലൈമാൻ നബിയെ, പ്രശ്നം അതൊന്നുമല്ല. ഇന്നീ വദത്തും റഅതൻ തംലികുഹും വൗതിയതു മിൻ കുല്ലി ശൈഇൻ വലഹാ അർശുൻ. സുലൈമാൻ നബി ആ ഗ്രാമം ഭരിക്കുന്നത് രാജാവല്ല, ഒരു പെണ്ണാണ് സുലൈമാൻ നബിയെ രാജ്യം ഭരിക്കുന്നത്. ബൽക്കീസ് എന്നാണ് നബി ആ പെണ്ണിന്റെ പേര്. ബൽക്കീസ് റാണിയാണ് സഭ ഭരിക്കുന്നത്. മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബൽക്കീസിന് സുന്ദരമായൊരു സിംഹാസനമുണ്ട് നബിയെ. മരതകരത്നങ്ങൾ പതിച്ച, ഗോമേതകങ്ങൾ പതിച്ച, കണ്ണാൽ കണ്ടാൽ കണ്ണ് ചിമ്മിപ്പോകുന്ന സുന്ദരമായൊരു കുട്ടാരവും അതിലൊരു വലിയ ഒരു പീഠവുമുണ്ട് നബിയെ. ആ ബൽക്കീസ് ഇരിക്കുന്ന സിംഹാസനം അത് സുന്ദരമായൊരു സിംഹാസനമാണ് നബിയെ. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. ബൽക്കീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയാ ഭരിക്കുക, അവളുടെ സിംഹാസനം അത് കണ്ട ഇതേപോലെ ഒരു സിംഹാസനം കണ്ടിട്ടില്ല. സുലൈമാൻ നബി ലോക ചക്രവർത്തിയാ. സുലൈമാൻ നബിക്ക് അത്ഭുതമായി, ഇങ്ങനെയും ഒരു നാടോ എന്റെ അധികാരത്തിന്റെ കീഴിൽ. വീണ്ടും ഹുദുഹുദ് തുടരുന്നു. സുലൈമാൻ നബി, ഇതൊന്നുമല്ല പ്രശ്നം. ആ പെണ്ണും ആ രാജ്ഞിയും അവിടുത്തെ നാട്ടുകാരും അല്ലാഹുവിനെ ആരാധിക്കാത്തവരാണ് നബിയെ. സൂര്യാരാധകരാണ് നബിയെ. അവർ അല്ലാഹുവിനെ അനുസരിക്കാത്തൊരു ജനതയാണ്. സുലൈമാൻ നബി അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകനായ എന്റെ കീഴിൽ അല്ലാഹുവിനെ അനുസരിക്കാത്ത സൂര്യനെ ആരാധിക്കും ഒരു സമൂഹമോ? അവരെ ദഅവത്ത് ചെയ്തേ മതിയാകൂ, പ്രബോധനം ചെയ്തേ മതിയാകൂ. തന്റെ കീഴിൽ ഇങ്ങനെ ഒരു ജനതയോ? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടി. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജസദസ്സ് വിളിച്ചുകൂട്ടി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ആ ഹുദുഹുദിനോട് പറയുന്നു, ഹുദുഹുദ്, നിനക്ക് ഞാനൊരു കത്തെഴുതി തരാം. ആ കത്ത് നീ ബൽക്കീസിന് കൊടുക്ക്. സുലൈമാൻ നബി ഒരു കത്തെഴുതി. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും പരമദയാലുവുമായ അല്ലാഹുവിന്റെ നാമത്തിൽ സുലൈമാൻ നബി എഴുതുന്ന കത്താണിത് ബൽക്കീസ് റാണിക്ക്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് നീ ഞങ്ങളുടെ മുന്നിലെത്തണം, എന്റെ മുന്നിലെത്തണം. അന്ത്യശാസനവുമായിട്ട് സുലൈമാൻ നബിയുടെ കത്ത് ഹുദുഹുദിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഹുദുഹുദ് ഈ കത്തുമായിട്ട് ബൽക്കീസിന്റെ കൊട്ടാരത്തിൽ പറന്നെത്തി. സമയ ദൗർലഭ്യം കൊണ്ട് ചുരുക്കി പറയട്ടെ, ഹുദുഹുദ് ആ കൊട്ടാരത്തിന്റെ മുമ്പിലെത്തിയ ഹുദുഹുദ് സിംഹാസനത്തിന്റെ മുകളിലേക്ക് ഈ കത്തിട്ടു. എന്നിട്ട് ന്യൂസ് പിടിക്കാൻ വേണ്ടി സിംഹാസനത്തിന്റെ പുറകിൽ പോയി ഹുദുഹുദ് അങ്ങോട്ട് ഒളിച്ചിരുന്നു. ഹുദൂദ് എന്തെന്നറിയോ? ഈ കത്ത് കൊണ്ട് സിംഹാസനത്തിലിട്ടു. എന്നിട്ട് ഈ കത്ത് വായിച്ചിട്ട് ബൽക്കീസിന്റെ പ്രതികരണം എന്താണെന്നറിയാൻ സിംഹാസനത്തിന്റെ പുറകിൽ അങ്ങ് ഒളിച്ചിരുന്നു, ആരും കാണാതെ. ബൽക്കീസ് രാജ്ഞി വന്നു, നോക്കിയപ്പോൾ ഒരു കത്ത് എടുത്തു വായിച്ചു. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കെട്ടുകഥയല്ല, ഖുർആൻ സൂറത്തുൻ നംല്, ഖുർആനാണിത്. അല്ലാ തഅലു അലയ്യ വഅതൂനി മുസ്ലിമീൻ. എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് എന്റെ അടുക്കൽ വരണം, എത്രയും പെട്ടെന്ന് മുസ്ലിമായിട്ട് എന്റെ അടുക്കൽ വരണം. ബൽക്കീസ് രാജ്ഞി മന്ത്രിസഭ വിളിച്ചുകൂട്ടി.
രാജ്ഞിയുണ്ട്, എല്ലാ മന്ത്രിമാരും വന്നു. വിദ്യാഭ്യാസ മന്ത്രി, പൊതുമരാമത്ത് മന്ത്രി, ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി, മുക്കാത്ത മന്ത്രി, എല്ലാ മന്ത്രിമാരും ഒരുമിച്ച് കൂടി. എല്ലാ മന്ത്രിമാരും ഉണ്ട്. മുഖ്യമന്ത്രിയുണ്ട്, മുക്കാത്ത മന്ത്രിയുണ്ട്, പൊതുമരാമത്ത് ഉണ്ട്, മരാമത്ത് ഇല്ലാത്തതുകൊണ്ട് എല്ലാ മന്ത്രിമാരും. എന്നിട്ട് സുലൈമാൻ നബിയുടെ കത്ത് ചർച്ച ചെയ്യപ്പെടുകയാ. ഖുർആനാണ് ഇത് പറയുന്നത്. സൂറത്തുൻ നംല്. ഖാലത് യാ അയ്യുഹൽ മലഉ, എന്റെ പ്രിയപ്പെട്ട മന്ത്രിമാരെ, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, ഒരു മാന്യനായ മനുഷ്യന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. മുസ്ലിമായി ചെല്ലാൻ എന്താ ചെയ്യുക? നിങ്ങൾ എന്താണ് പറയുന്നത്? മുസ്ലിമായിട്ട് കീഴ്പ്പെടണോ? ബഹുമാനപ്പെട്ട ബൽക്കീസിനോട് മന്ത്രിമാര് പറയുന്നു, വേണ്ട. നമ്മൾ ശക്തരല്ലേ, അതുകൊണ്ട് നമുക്ക് സുലൈമാനോട് യുദ്ധം ചെയ്യാം. ബൽക്കീസ് പറഞ്ഞു, വേണ്ട. ഇന്നൽ മുലൂക ഇദാ ദഖലൂ ഖറിയതൻ നഫ്സദൂഹാ വജഅലൂ ഇസ്സത അഹ്ലിഹാ. ഒരു രാജാവിനോട് യുദ്ധം ചെയ്താൽ നാട് നശിച്ചു പോകും, വേണ്ട. കുറെ മന്ത്രിമാര് പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അവസാനം ബൽക്കീസ് പറയുന്നു, എന്റെ തീരുമാനം എന്തെന്നറിയുമോ? വഇന്നീ മുർസിലത്തുൻ ഇലൈഹിം ബിഹാദിയത്തിൻ നല്ല രത്നങ്ങളും സ്വർണ്ണക്കനികളുമായിട്ട് കുറെ സമ്പത്തുമായിട്ട് നമുക്ക് സുലൈമാന്റെ അടുക്കലേക്ക് പോകാം. പണം കൊടുത്തിട്ട് സുലൈമാനെ നമുക്ക് വശത്താക്കാം. ബൽക്കീസിന്റെ തീരുമാനം. കുറെ സ്വർണ്ണക്കനികളും മരതക രത്നങ്ങളൊക്കെ ഒട്ടകപ്പുറത്ത് കയറ്റി ആയിരക്കണക്കിന് ഒട്ടകങ്ങളുടെ പുറകിൽ സ്വർണ്ണക്കനികളുമായി ബൽക്കീസും പരിവാരവും സുലൈമാൻ നബിയുടെ നാട്ടിലേക്ക് യാത്രയായി. മാസക്കണക്കിന് ദിവസം, മാസങ്ങളോളം സഞ്ചരിക്കണം സുലൈമാൻ നബിയുടെ അടുക്കലെത്താൻ. ഇവിടെ നിന്ന് യാത്രയായി. ഈ സംഭാഷണം കേട്ടുകൊണ്ട് സിംഹാസനത്തിന്റെ പുറകിലിരുന്ന ഈ ഹുദുഹുദു പക്ഷി പറന്നകുന്നു സുലൈമാൻ നബിയോട്. ഈ ഹോട്ട് ന്യൂസ് എന്ന് പെട്ടെന്ന് അവിടെ പോയി എത്തിക്കണം. അവിടെ ചെന്നിട്ട് സുലൈമാൻ നബിയോട് ഹുദുഹുദു പറഞ്ഞു, സുലൈമാൻ നബിയെ, ബൽക്കീസും രാജ്ഞിയും സ്വർണത്തിന്റെ ഖജനാവുകളുമായി അങ്ങയെ വശീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന വാർത്തയും കൊടുത്തു. സുലൈമാൻ നബി ചോദിച്ചു, ലോക ചക്രവർത്തിയായ എന്നെ സ്വർണം കൊടുത്തിട്ട് വശത്താക്കാൻ പോകുന്നു അവള്. പെട്ടെന്ന് ഏതായാലും ഈ ബൽക്കീസിനെ ഒരു പാഠം പഠിപ്പിക്കണം. രാജ സദസ് വിളിച്ചുകൂട്ടി സുലൈമാൻ നബി. സുലൈമാൻ നബിയുടെ സദസ്സിൽ ആരൊക്കെയുണ്ട്? മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, പക്ഷികളുണ്ട്, പറവാദികളുണ്ട്, സർവ്വ ആളുകളുമുണ്ട്. സുലൈമാൻ നബി മന്ത്രിസഭ വിളിച്ചുകൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി പറഞ്ഞു, ഇങ്ങനെ ബൽക്കീസ് ധാരാളം സമ്പത്തുകളുമായിട്ട് വരുന്നുണ്ട്. അവൾ ഇവിടെ എത്തിക്കഴിയുമ്പോ ഞാൻ അള്ളാന്റെ പ്രവാചകനാണെന്ന് ബൽക്കീസിന് മനസ്സിലാക്കാൻ ഒരു ഏറ്റവും വലിയ അത്ഭുത കർമ്മം നമുക്കിവിടെ കാണിച്ചു കൊടുക്കണം. ഹുദുഹുദ് എന്നോട് പറഞ്ഞു, അവളുടെ അടുക്കൽ ഒരു നല്ല സ്വർണ്ണ സിംഹാസനം ഉണ്ട് എന്ന്. ആ സിംഹാസനമുള്ള കൊട്ടാരത്തിലാണ് അവളും കൂട്ടര് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം സദസ്സിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ സുലൈമാൻ നബി സദസ്സിനോട് ചോദിക്കുന്നു, ആരാണ് അയ്യുക്കും യഅ്തീനി ബി അർശിഹാ? ശ്രദ്ധിച്ചു കേൾക്കുക, കഥ കേൾക്കുന്ന രസത്തോടെ. അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, ആ ബൽക്കീസ് രാണി എന്റെ മുമ്പിലെത്തുന്നതിന് മുമ്പ് ആ ബൽക്കീസിന്റെ സ്വർണ്ണ സിംഹാസനം ആരാണ് എന്റെ കൺമുന്നിൽ എത്തിച്ചു തരിക? ബൽക്കീസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ സ്വർണ്ണ സിംഹാസനം ഇവിടെ എത്തിച്ചു തരണം. സദസ്സിനോട് ആ ചോദ്യം. സദസ്സിൽ നിന്ന് ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നിറ്റ് എഴുന്നേറ്റ് വന്നു. ജിന്നുകളുടെ നേതാവായി ഇഫ്രീത്ത്. കേട്ടിട്ടുണ്ടോ ഇഫ്രീത്ത് എന്ന്? ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് കേട്ടിട്ടില്ലേ? ഏഴാം ബഹറിന്റെ ഉള്ളിൽ ഒരു കുങ്കൊട്ട ഇഫ്രീത്ത് രാജനുറപ്പിച്ചേ, അതിനുള്ളിൽ 7001 പെൺകുടിമാരെ പത്തിനിമാരായി മുത്തലികത്തിൽ കുത്തിയിരിപ്പിച്ചേ. മോഹമായ കണ്ണാടിയിൽ ഒരു സുന്ദരിയെ ഞാൻ രക്ഷിച്ചേ, മോളെ കൊണ്ടുവരുമ്പോൾ ഇത്തിരി നിങ്ങളെ ഏൽപ്പിച്ചേ. ഇഫ്രീത്തിന്റെ കഥ മോയൻകുട്ടി വൈദ്യന്റെ കഥയിൽ പാട്ടിലേക്ക് കേൾക്കാം. ആ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സദസ്സിൽ നിന്നു ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്നുകളുടെ രാജാവ് എഴുന്നേറ്റ് നിൽക്കുകയാ. ഖുർആൻ തന്നെ പറയട്ടെ ഇനി എന്താണ് സംഭവമെന്ന്. ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അനാ ആതീക ബിഹി ഖബല അൻ തഖൂമ മിൻ മഖാമിക വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. ഇഫ്രീത്ത് എന്ന ജിന്നിന്റെ രാജാവ് പറയുന്നു, സുലൈമാൻ നബിയെ, അങ്ങിരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേക്കുന്ന ഒരു നിമിഷത്തിന്റെ ഉള്ളില് 1000കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽക്കീസിന്റെ സിംഹാസനം ഞാൻ കൊണ്ടുവന്നു തരാൻ നബിയെ. സുലൈമാൻ നബി പറഞ്ഞു, പറ്റില്ല, അതിനേക്കാൾ വേഗത്തിൽ ആരാ കൊണ്ടുവരിക? സദസ്സൊന്നടങ്ങൻ കണ്ണോട് നോക്കുകയാ. ജിന്നുകൾക്ക് പോലും കഴിയാത്തത് ആരാ കൊണ്ടുവരാൻ കഴിയുന്നത്? സദസ് അങ്ങോട്ട് നിശബ്ദമാകുമ്പോ അതാ സദസ്സിന്റെ മൂലയിൽ നിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാ. കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ അവഗാഹമുള്ളൊരു പണ്ഡിതനാ.
അദ്ദേഹത്തിന്റെ പേര് ആസിഫ് ഇബ്നു ബർഖയ എന്ന. അദ്ദേഹം ചാടി എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, സുലൈമാൻ നബിയേ അന ആതീക ഇലൈക ഖബല അൻ യർതദ്ദ ഇലൈക തർഫുക. അങ്ങയുടെ കണ്ണടച്ചെന്ന് ചിമ്മി തുറക്കുന്ന ഒരു നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ഞാൻ ആ സിംഹാസനം കൊണ്ടുവന്ന് തരാൻ നബിയേ. ഇത് കേട്ട് ജിന്നുകൾ ഊറിച്ചിരിച്ചു. ജിന്നിന് കടിയാത്തത് മനുഷ്യന് കടിയുമോ? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ജിന്നിന് പോലും കടിയാത്ത വേഗത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽഖീസിന്റെ സിംഹാസനം എങ്ങനെയാ വരിക? എല്ലാവരും അത്ഭുതത്തോടെ അടക്കി പിടിച്ചു നിൽക്കുമ്പോ ആസിഫ് ഇബ്നു ബർഖയ എന്ന മഹാപണ്ഡിതനതാ സദസ്സിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നു. ആസിഫ് എന്ത് ചെയ്യുന്നു എന്നെല്ലാവരും സ്തബ്ധമടക്കി കാത്തു നിൽക്കുമ്പോ ആസിഫ് ഇബ്നു ബർഖയ തന്റെ കരങ്ങൾ തന്റെ തുടയിലേക്ക് ചോർത്തു നിർത്തി ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി മനസ്സൊരേ ഒരു കേന്ദ്രബിന്ദുവിൽ ലയിപ്പിച്ചിട്ട് ഓ സദസ്സിൽ നിന്നിട്ട് ഒരൊറ്റ വിളിയാ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാന്റെ ഇസ്മുല്ലാഹുമാ, അള്ളാന്റെ 99 നാമങ്ങളിൽ ഏറ്റവും പോരിശയുള്ള നാമമാ. അതങ്ങ് പറന്ന് തീരേണ്ട താമസം. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബൽഖീസിന്റെ സിംഹാസനം ആകാശത്തിലൂടെ കറങ്ങി തിരിഞ്ഞ് സുലൈമാൻ നബിയുടെ കാൽച്ചുവട്ടിലെത്തി എന്ന് വിശുദ്ധ ഖുർആൻ. ഇസ്മുല്ലാഹം പറയേണ്ട താമസം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള സിംഹാസനം സുലൈമാൻ നബിയുടെ മുമ്പിലെത്തി. ഇത് ഖുർആൻ, കെട്ടുകഥയല്ല. ഖുർആന്റെ തഫ്സീറിൽ ഇത് കാണാം.